ശ്രീമദ് ഭാഗവതം നമ്മൾ ഇന്ന് 24ാമത്തെ ക്ലാസ്സാണ്. അതിൽ സ്കന്ധം 2 അധ്യായം 5 നോക്കുന്നത്. ഇത് തത്വങ്ങളുടെ ഉൽപ്പത്തിയും പ്രപഞ്ച നിർമ്മാണ വിവര വർണ്ണനയുമാണ്. ഇപ്പം പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം നോക്കുന്നത്. ശാസ്ത്രലോകം തന്നെ അന്വേഷിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും വലിയ വിഷയങ്ങളെല്ലാം, അതായത് വേദങ്ങളിലുള്ള പ്രധാനപ്പെട്ട സയൻസ് വിഷയങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് എഴുതിയ ഒരു ഗ്രന്ഥമാണ് ഭാഗവതം. പക്ഷേ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. കാരണം നമ്മൾ കേട്ട് വരുമ്പോൾ എന്താ വരുന്നത്? ഇതും കൃഷ്ണനും രാധയും തമ്മിലുള്ള ആ തരത്തിലുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. എവിടെ പക്ഷേ അത് നമ്മളിപ്പോൾ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ, ആ ജീവിതത്തിൽ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ടെങ്കിൽ ഭാഗവതം മുഴുവൻ എടുത്ത് പറയാനൊന്നും പറ്റില്ല. ഒരു ദിവസമാണെങ്കിൽ അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് പറയും, സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ സ്ഥിതി അതല്ല. ഏത് ആത്മീയ പ്രഭാഷണത്തിലും ഭാഗവതമാണ്. ഭാഗവത സപ്താഹ യജ്ഞം എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദിവസവും അതിനുള്ള ചാനലുകൾ തന്നെയുണ്ട്. ദിവസവും ഭാഗവതം പറയുന്നവരെല്ലാം പറയുന്നത് എന്താണ്? കൃഷ്ണന്റെ കഥയും വെച്ചിട്ട് പോവുകയാണ്. പ്രപഞ്ച സൃഷ്ടി, ജനത്തിന്, ലോകത്തിന് അന്വേഷിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അതൊന്നും അവർ പറയാൻ തയ്യാറാകുന്നില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയൊരു കുഴപ്പം. അതുകൊണ്ട് എന്ത് പറ്റി? ഭാഗവതം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്നുള്ള ഒരു നിലയിലായിപ്പോയിരിക്കുന്നത്. ഇവിടെയുള്ള കൃഷ്ണൻ എന്ന് പറയുന്നത് തന്നെ ദ്വാപരയുഗത്തിലെ കൃഷ്ണനല്ല. ഇത് ആ പരമാത്മാവ് ബ്രഹ്മത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ബ്രഹ്മത്തെ കൃഷ്ണനായിട്ടും കാണാം. നമ്മളും ബ്രഹ്മം തന്നെയാണ്. ആ നിലയിലാണ് അത് പറയേണ്ടത്. ആ പരമ്പൊരുൾ, ആ പരമാത്മാവ്, ആ ബ്രഹ്മം, ആ നാരായണൻ, ആ ഹരിശ്രീ, ആ അർത്ഥത്തിലേക്കാണ് ഈ കൃഷ്ണനെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. പക്ഷെ നമ്മൾ രാധയിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനെല്ലാം കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആത്മീയ പ്രഭാഷണം നടത്തുമ്പോൾ വേദവരികളിൽ അല്ലെങ്കിൽ ഭാഗവതമാണെങ്കിൽ ഭാഗവത വരികളിൽ ഊന്നി ഭാഗവത വരി വായിച്ചിട്ട് അതിലൂടെ എല്ലാം പോകുന്നത്. അതാരും ശ്രദ്ധിച്ചാൽ എന്ത് പ്രഭാഷണം ഉണ്ടെങ്കിലും ഇപ്പം ഉപനിഷത്തിനെ പറ്റിയാണ്, ഭാഗവതത്തെ പറ്റിയാണ്, വേദത്തെ പറ്റിയാണ്, എല്ലാം എന്ത് ചെയ്യാണ്? ഏതെങ്കിലും ഒരു വരി എവിടെ നിന്നെങ്കിലും ഒന്നും എടുത്ത് ഉപയോഗിക്കും. എന്നിട്ട് പിന്നെ എന്തെല്ലാമോ നമുക്ക് തോന്നിയല്ലാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. അത് പോരാ. നമ്മൾ വരികളിൽ ഉറച്ചു നിന്നുകൊണ്ട് സംസാരിക്കണം. വേദം തന്നെ എല്ലാം വ്യക്തമായിട്ട് വരികളിലൂടെ ഇപ്പോൾ ഈ വർണ്ണനയെല്ലാം കാണുമ്പോൾ വ്യക്തമായിട്ട് വിവരിച്ചു തരികയാണ്. ആ ഒരു വരിയിൽ ഓരോ വരികളിലൂടെയും വ്യക്തമായി വിവരിക്കുകയാണ്. അപ്പോൾ ആ വരിയിൽ ഊന്നിയാൽ തന്നെ നമുക്ക് ഇഷ്ടമാനി ആ വരികളിൽ തന്നെ പറയാനുണ്ട്. അതിനെ തന്നെ കുറച്ച് ക്ലിയറാക്കി കൊടുക്കാനുണ്ട്. ആ വരികളെ ക്ലിയറാക്കുകയാണ് വേണ്ടത്. അല്ല വരികളിൽ നിന്ന് വിട്ട് വേറെ വിഷയങ്ങളിലേക്കൊന്നും പോകാനുള്ള സമയം നമുക്കില്ല. കാരണം അത്രയും ഓരോ വരികളിൽ കണ്ടന്റ് കിടക്കുന്ന ആ തരത്തിലൂടെ വേണം പോകാൻ. വരികളിൽ നിന്ന് തന്നെ വ്യത്യസ്ത കണ്ടന്റൊന്നുമല്ല, തുടർച്ചയായിട്ട് വളരെ വിസ്തരിച്ച് ആ വരി തന്നെ വായിക്കുമ്പോൾ പൂർണ്ണമായിട്ട് അതിൻ്റെ അർത്ഥം കിട്ടും. അപ്പം അങ്ങനെ പോയിരുന്നുവെങ്കിൽ നമ്മൾ ഈ അവസ്ഥയിലെത്തില്ലായിരുന്നു. അപ്പം TV-യിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ദിവസവും സപ്താഹ യജ്ഞങ്ങളാണ്. എല്ലാവരും പറയുന്നത് ഒന്നു തന്നെ പറയും, കൃഷ്ണന്റെ കാര്യം പറയും. അപ്പം എന്നാൽ വ്യത്യസ്തമായിട്ട് ഓരോളം പറഞ്ഞിരുന്നെങ്കിൽ ഭാഗവതം മുഴുവൻ എല്ലാവർക്കും പഠിക്കാനുള്ള അവസരവും കിട്ടുമായിരുന്നു. അപ്പം നമുക്കിപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം. എൻ്റെ നാരദൻ ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്, മുന്നിൽ എല്ലാവർക്കും മുന്നിൽ ജനിച്ചതാണല്ലോ അങ്ങ്. അപ്പം ആദ്യം ഉണ്ടായത് ബ്രഹ്മാവാണ്. എന്താണ് ബ്രഹ്മാവ്? പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ആദ്യം ഒരു ശക്തിവിശേഷം ഉണ്ടായിരുന്നു. ആ ശക്തിവിശേഷം നമുക്കൊന്നും അറിയില്ല. എന്ത് രൂപമാണെന്ന് ഋഷികൾക്ക് പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതൊരു ബലമാണെന്ന് നമുക്ക് ചിന്തിക്കാം. ബലം എന്ന് പറഞ്ഞാൽ ഒരു തരംഗ രൂപത്തിലുള്ള ഒരു ശക്തി പ്രവഹിക്കുന്നു. ശക്തി എപ്പോഴും തരംഗ രൂപത്തിലാണ്. അത്തരത്തിൽ പ്രവഹിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ അതെന്താ ചെയ്തത്? സൃഷ്ടി നടത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായപ്പോൾ അത് ഒരു സൃഷ്ടി വരുമ്പോൾ അതിന് 3 രൂപങ്ങളുണ്ട്. സൃഷ്ടിക്കുക, കുറച്ചു കാലം പരിപാലിക്കുക, പിന്നെ വേണ്ടാതെ ആവശ്യം കഴിയുമ്പോൾ കളയുക. നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ഉണ്ടാക്കുന്ന ഒരവസ്ഥ,
ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിലെല്ലാം കുറച്ച് കാലം എടുത്ത് ഉപയോഗിക്കും. അത് സ്ഥിതി അല്ലെങ്കിൽ സംരക്ഷണം ആവശ്യം കഴിയുമ്പോൾ എടുത്ത് കളയും. അപ്പോൾ എന്ത് വീടായാലും എന്തായാലും ഈ മൂന്ന് പ്രപഞ്ചം തന്നെ ഉണ്ടാക്കുന്നു, കുറച്ചു കാലം മെയിൻറ്റെയിൻ ചെയ്യുന്നു, എടുത്ത് കളയുന്നു. അപ്പോൾ ഈ ഫലങ്ങളെ നമ്മളൊരു കെമിസ്ട്രിയിലാണെങ്കിൽ എനർജി, ഊർജം എന്ന് പറയുമ്പോൾ പിന്നെ അതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യും. ഫിസിക്കൽ എനർജി, കെമിക്കൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. അതുപോലെ അപ്പോൾ ഈ ശക്തിയെ അവർ എന്ത് ചെയ്തു? ഈ സൃഷ്ടിക്ക് പ്രേരകമായ ശക്തിയെ ആദ്യമുണ്ടായിരുന്ന ശക്തിയെ സൃഷ്ടി നടത്തുമ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന ഒരു 3 പ്രേരക ശക്തിയായിട്ട് അവർ അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ സൃഷ്ടി നടത്തുന്ന ശക്തിയാണ് ബ്രഹ്മം. അപ്പോൾ ആദ്യം ഉണ്ടാകേണ്ടത് എന്ത് തന്നെയാണ്? ബ്രഹ്മാവ് തന്നെയാണ്. അപ്പോൾ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, അതൊരു പ്രേരക ശക്തിയാണ്. അല്ലാതെ കണ്ണും തലയും മൂക്കൊന്നും വെക്കാനായിട്ട് അവിടെ ഒന്നും ഉണ്ടായില്ല. പിന്നെ എങ്ങനെ കണ്ണും തലയെല്ലാം വരുന്നത്? അത് കഥയിൽ കഥാപാത്രമായിട്ട് അതിനെ ബ്രഹ്മാവിൻ്റെ ഗുണങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു രൂപത്തിൽ ചിത്രീകരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ വൈദ്യുതിക്ക് ഒരു രൂപം കൊടുക്കുന്നില്ലേ, എള്ളും തലയൊട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? അത് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലായി പോകുന്നു, തലയൊട്ടിയായി പോകുന്നു. അതുകൊണ്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ എന്താ, കരിഞ്ഞു പോവുകയുള്ളൂ. അല്ലാതെ മുഴുവൻ ഈ എല്ല് തലയൊട്ടി മാതിരിയൊന്നും ആവില്ല, ചപ്പാട വീഴും, ചിലപ്പം കരിഞ്ഞു പോകും. അത്രയും ശക്തിയിലുള്ളതാണ് ഭസ്മായി പോകും. അല്ലാതെ എല്ലും തലയൊട്ടി. അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ ചത്തു, അത്രയും അതിൻ്റെ ഉദ്ദേശമുള്ളൂ. അപ്പം അതിനൊരു രൂപം തലയൊട്ടി എല്ലും നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ അങ്ങനെ ബ്രഹ്മാവിനെ സൃഷ്ടി നടത്തുന്ന ആ ശക്തി വിശേഷത്തെ ഒരു രൂപത്തിൽ വിവരിക്കും. അത്രയേ ഉള്ളൂ. അപ്പം അദ്ദേഹമാണ് ആദ്യം ജനിച്ചത്. എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടാവാണ്. അതിലൂടെയാണ് പിന്നെ എല്ലാ സൃഷ്ടിയും നടത്തിയിരിക്കുക. അതിന് പിന്നെ വ്യാഖ്യാനിക്കണ്ട. അതാണ് സൃഷ്ടാവിൻ്റെ എല്ലാ അതിലൂടെയാണ് വരിക. ദേവന്മാരുടെ ദേവനാണ്. അപ്പൊ ആദ്യം ഉണ്ടായ ദേവൻ എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുന്നതെല്ലാം ദേവതകളാണ്. അതിൽ നിന്ന് ചക്ക ഉണ്ടായാൽ അത് ദേവതയാണ്, മാങ്ങ ഉണ്ടായാൽ അത് ദേവതയാണ്. എന്തുകൊണ്ടാണ് ദേവത എന്ന വാക്കുകൊണ്ട് അപ്പുറത്ത് എന്താണ്? നമുക്ക് ഉപയോഗമുള്ളത്, പ്രപഞ്ചത്തിന് ഉപയോഗമുള്ളത്. ഇതെല്ലാം ഉണ്ടാക്കുന്ന ഓരോ ആവശ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ദേവതകൾ എന്ന് പറയുന്നത്. അപ്പം ദേവത എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കുന്ന ഏതാണ്? വെള്ളം ദേവതയാണ്. ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കണം. മാങ്ങ ദേവതയാണ്, വിശക്കുമ്പോൾ മാങ്ങ എന്നാണ്. അപ്പം നമ്മളെ രക്ഷിക്കുന്നതെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണ് അതിനെ ദേവതകൾ എന്ന് പറയുന്നത്. മാതാപിതാ, ഗുരു, ദൈവം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ രക്ഷിക്കുന്ന മാതാവായോണ്ടാണ്, നമ്മളെ രക്ഷിക്കുന്ന വെള്ളമായോണ്ടാണ് വെള്ളത്തെ ദേവത എന്ന് പറയുന്നത്. ഇതൊന്നും ഈശ്വരനല്ല. ഈ വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇതൊന്നും ഈശ്വരനല്ല. ഈശ്വരൻ എന്ന് പറയുന്ന ആ നിർഗുണമായ ബ്രഹ്മമാണ്. അപ്പം ദേവത ഈശ്വരനെ നമ്മൾ എന്താക്കി വെച്ചിട്ടുണ്ട്? ഒന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഉണ്ടാകുന്ന ദേവത ഏത് തന്നെയാണ്? ബ്രഹ്മാവ് തന്നെയാണ്. അതിലും സംശയമില്ല. ആദ്യം ഉണ്ടായ ബ്രഹ്മത്തിൽ നിന്ന് ആദ്യം എന്തുണ്ടായോ അത് ബ്രഹ്മാവ് തന്നെയാണ്. അപ്പൊ ദേവന്മാരുടെ ദേവനാണ്. എന്നിട്ട് എന്ത് പറയുന്നു? പിതാവേ, ആദ്യമുണ്ടായ ദേവന്മാരുടെ ദേവനായ പിതാവേ. ആരാണ് വിളിക്കുന്നത്? നാരദനാണ് ബ്രഹ്മാവോട് ചോദിക്കുന്നത്. അപ്പൊ നാരദൻ ആരാണ്? ബ്രഹ്മാവിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പൊ നാരദന്റെ മോനാണ്, അല്ല ബ്രഹ്മാവിന്റെ മോനാണ് നാരദൻ. അപ്പൊ എന്ത് ചെയ്യുന്നു? നിൻ തിരുവടിക്ക് നമസ്കാരം. ആദ്യം തന്നെ നമസ്കാരം പറയുകയാണ്. കാരണം അതാണല്ലോ സൃഷ്ടിച്ചത്. ആത്മതത്വത്തിന് ഉപകരിക്കുന്നവർ ഉപദേശിക്കുക. എന്നിട്ട് എന്ത് വേണം? നമ്മൾ ആത്മതത്വത്തിന് എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് ഉപകരിക്കുന്ന, അതായത് ജ്ഞാനം നേടുന്ന ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചമെല്ലാമായിട്ട്. അപ്പോൾ ആത്മതത്വം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് 2 പറയുന്നത്, ഹേ പ്രഭു, ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ? പറഞ്ഞേണ്ട കാര്യമാണ് ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായത്? ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു? ആരെയാണ് ആശ്രയിച്ച് കഴിയുന്നത്? ആരാണ് ഇതിനെ സൃഷ്ടിച്ചത്? എല്ലാറ്റിൻ്റെയും അവസാനം ലയിപ്പിക്കുന്നത് ഏതിലാണ്? അത് ആവശ്യം കഴിഞ്ഞാൽ കൊണ്ട് ലയിപ്പിക്കുമല്ലോ, അത് ഏതിലാണ്? ഇതെല്ലാം ഏതിന് അധീനമായിട്ടാണ് ഇരിക്കുന്നത്? ഇവയുടെ യാഥാർത്ഥ്യം യഥാർത്ഥമായി പറഞ്ഞു തരിക. ഈ സൃഷ്ടിക്രമം മുഴുവൻ പറഞ്ഞു തരാൻ വേണ്ടിയാണ്
ബ്രഹ്മാവോട് പറയുന്നത്. കാരണം ബ്രഹ്മാവാണല്ലോ സൃഷ്ടിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇതൊന്നും അറിയാതിരിക്കില്ല. അതാണ് അതിൽ പറയുന്നത്. മൂന്നിലും നിൻ തിരുവടി, അതായത് ബ്രഹ്മാവ്, ഉണ്ടായതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇനി ഉണ്ടാകാൻ പോകുന്നതുമെല്ലാം വസ്തുക്കളും കൈയാളുന്നത് അങ്ങാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്നത് ഇനി ഉണ്ടാകാൻ പോകുന്ന എല്ലാം കൈയാളുന്ന, ആ പ്രവർത്തികളെല്ലാം കൈകാളുന്ന വ്യക്തി അങ്ങാണ്. അപ്പോൾ അങ്ങ് അറിയാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങ് അതുകൊണ്ട് തന്നെ എല്ലാം അങ്ങിലൂടെ വരുമ്പോൾ അങ്ങിൻ്റെ കയ്യിലെ നെല്ലിക്ക പോലെയാണ് ഈ രഹസ്യങ്ങളെല്ലാം ഒളിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുന്ന കഴിവ് അങ്ങേക്കാണുള്ളത് എന്ന കാര്യം സുനിശ്ചിതമാണ്. എന്നിട്ട് 4 പറയുകയാണ്, നിൻ തിരുവടി ഏതൊരുവിൽ നിന്ന് ജ്ഞാനം നേടി. പക്ഷെ എനിക്കൊരു സംശയം, ഈ ജ്ഞാനെല്ലാം അങ്ങേക്ക് എടുത്താൽ കിട്ടിയത്, അങ്ങാണെല്ലാം ചെയ്യുന്നത്. പക്ഷെ ജ്ഞാനം ഉപയോഗിച്ച് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങെല്ലാം സൃഷ്ടിക്കുന്നത്. ഇലക്ട്രോൺ ഉണ്ടാക്കി, പ്രോട്ടോൺ ഉണ്ടാക്കി, ആറ്റങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ ഈ ജ്ഞാനം അങ്ങേക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അതാണ് അറിയേണ്ട വേറൊരു ചോദ്യം. അങ്ങ് ആരെയെങ്കിലും ആശ്രയിച്ചിരിക്കുന്നുണ്ടോ? വേറെ വല്ലവരെയും ആശ്രയിച്ചാണോ ഇത് ചെയ്യുന്നത്? എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണോ? ഒരു സംശയമുണ്ട്. ഏതൊരാൾക്ക് ഒതുങ്ങിയിരിക്കുന്നുവോ, വല്ലവർക്കും ഒതുങ്ങിയിട്ടാണോ അങ്ങ് കർമ്മം ചെയ്യുന്നത്? വേറെ വല്ലവരുടെയും അധീനതയിൽ ഇരുന്നു കൊണ്ടാണോ ഇതെല്ലാം ചെയ്യുന്നത്? അത് സ്വാഭാവികമായ ചോദ്യമാണ്. അന്ന് തന്നെയാണോ ഇതെല്ലാം സ്വന്തമായിട്ട് നമ്മളെന്തൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ ആരും കൊണ്ടുവന്ന് നമ്മൾ ചോദിക്കില്ലേ? നമ്മളെന്തൊക്കെ ഒന്ന് ചോദിച്ചോ. അപ്പോൾ ആൾക്കാർ വന്ന് നോക്കും, അന്തം വിടും. ഇവനാ ഇത്, നിങ്ങൾ വേറെ ആരും സഹായമൊന്നും കിട്ടിയില്ലേ എന്നൊരു, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണോ? അത്തരത്തിൽ ചോദിക്കുന്നതായിട്ട് കണ്ടാൽ മതി. അപ്പം പിന്നിൽ ഇത്രയും വലിയ കാര്യം ചെയ്യണമെങ്കിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അത് സ്വന്തമാണോ ഇനി വല്ലവരും ആണോ? അതിനെന്തൊരു രൂപമാണുള്ളത്? ആരെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്? അതിന് വല്ല രൂപവും ഉണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിൻ തിരുവടി ഒറ്റക്ക് തന്നെ മായയാൽ പഞ്ചഭൂതങ്ങളെ കൊണ്ട് തന്നെ പ്രാണിവർഗങ്ങളെ സൃഷ്ടിക്കുന്നു. നമുക്ക് മനസ്സിലായിരിക്കുന്നത് നിൻ തിരുവടി ഒറ്റക്ക് തന്നെ മായയാൽ പഞ്ചഭൂതങ്ങളെ കൊണ്ട് തന്നെ പ്രാണിവർഗങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്നു. നമുക്ക് നോക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഇനി 5 പറയുകയാണ്, എട്ടുകാലി എന്ന പോലെ തൻ്റെ ശക്തിയെ അവലംബിച്ച്. എട്ടുകാലി എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നത്? അതിൻ്റെ ശരീരത്തു നിന്ന് തന്നെ നൂലെടുത്തിട്ട് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് നടുവിൽ തേരി ഇരിക്കും. അതിന് വേറെ ആളെ സഹായമൊന്നുമില്ല. എട്ടുകാലി തന്നെ എന്ന പോലെ തൻ്റെ ശക്തിയെ അവലംബിച്ച് ശ്രമരഹിതനായി, ഒരു പ്രയാസമില്ലാതെ, എത്ര എളുപ്പത്തിലാണത് ഉണ്ടാക്കുന്നത്. അതിനൊരു പ്രയാസവും ഇല്ല, വളരെ എളുപ്പമാണ്. ശ്രമരഹിതനായി ഇരുന്നു കൊണ്ട് തന്നെത്താൻ ഒരു കുറവുമില്ലാതെയാണ്. എട്ടുകാലിൻ്റെ വരയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഭംഗിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരു കുറവുമില്ലാതെ അവയെ തന്നിൽ നിലനിർത്തുന്നു. അതിലെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും വീണാലും പിന്നെ അതിൻ്റെ കസ്റ്റഡിയിലാണ്. അതിലെന്തെങ്കിലും വീണുപോയാൽ അതും അതിൻ്റെ കസ്റ്റഡിയിൽ തന്നെ. എൻ്റെ 6 പറയുകയാണ്, ആകയാൽ ഹേ പ്രഭു, അച്ഛനോട് പറയുകയാണ്, ഞാൻ ഈ ലോകത്തിൻ്റെ നാമം, രൂപം, ഗുണം, പല പേരിലുള്ള സാധനങ്ങൾ സൃഷ്ടിച്ചതായിട്ട് കാണുന്നുണ്ട്. പല രൂപത്തിലും പല ഗുണങ്ങളോടുകൂടി എല്ലാം വൈവിധ്യമാർന്നിട്ടാണുള്ളത്. എല്ലാ വൈവിധ്യങ്ങളോടും കൂടി പല ഗുണങ്ങളോടുകൂടി രൂപത്തിലും നാമത്തിലും എല്ലാം കാണപ്പെടുന്ന സൂക്ഷ്മവും സ്ഥൂലവുമായ വസ്തുക്കൾ. സൂക്ഷ്മമായ വസ്തുക്കളുണ്ട്, സ്ഥൂലമായ വസ്തുക്കളെല്ലാം ഉണ്ട്. ഇവയൊന്നും തന്നെ നിൻ തിരുവടിയല്ലാതെ വേറെ ആരും ഉണ്ടാക്കിയതായിട്ട് നമ്മൾ കാണുന്നില്ല. ഉണ്ടാക്കിയെല്ലാം അങ്ങ് തന്നെയാണ്, വേറെ ആരും ഉണ്ടാക്കിയതായിട്ട് കാണുന്നില്ല. അതായത് ആ പ്രേരക ശക്തിയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ചീത്തയായാലും വേണ്ടിയില്ല, നല്ലയായാലും വേണ്ടിയില്ല, തുല്യമായാലും വേണ്ടിയിട്ടില്ല,
എന്തെല്ലാം ഇവിടെ ഉണ്ടായിട്ടോ, എനിക്ക് നല്ലതായിട്ടോ മോശമായിട്ടോ തുല്യമായിട്ടോ എല്ലാം തോന്നിയാലും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങല്ലാതെ വേറെ ആരുമായിട്ട് ഞാൻ കാണുന്നില്ല. എൻ്റെ 7 പറയുന്നു, ആ വിധമുള്ള തിരുവചിയുടെ ഏകാഗ്രതയോട് കൂടിയതും. അപ്പോൾ ഏകാഗ്രമായ ചിന്തയോട് കൂടി ആയി ചെയ്യാൻ പറ്റും. ഇതെല്ലാം സൃഷ്ടിക്കട്ടിക്ക് പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൽ തന്നെ ശ്രദ്ധയില്ലാതെ വേറെ അപ്പുറം ഇപ്പുറം നമ്മൾ വിളിച്ചാൽ പോലും കേൾക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം അങ്ങനെ അതിൽ തന്നെ ശ്രദ്ധയായി ഇരിക്കുകയാണ്. പിന്നെയോ ദിവ്യമായ തപസ്സിനാലുള്ള ഈ സൃഷ്ടി കാണുമ്പോൾ ഏകാഗ്രമായിട്ടും ദിവ്യമായ ഒരു തപസ് എന്ന നിലയിൽ അതിൽ ചിന്തകളെല്ലാം ഏകീകരിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്ന ആ സൃഷ്ടി കാണുമ്പോൾ നിനക്ക് മുകളിൽ വേറെ ഈശ്വരനുണ്ടോ എന്ന ശങ്ക നമ്മളെ വിഷമിപ്പിക്കുന്നു. ഇത്രയും ഇനി ഇതിന്റെ മുകളിൽ വേറെ വല്ലവനും ഉണ്ടോ, ഇതിന്റെ പിന്നിൽ എന്നുള്ള ശങ്ക നമ്മളെ വിഷമിപ്പിക്കുന്നു. അതിനൊരു ഉത്തരം കിട്ടാൻ പറ്റുന്നില്ല. ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റൂ, ഇതിന്റെ പിന്നിൽ ആരും ഇല്ലേ? അപ്പൊ ആകെ ഒരു തലത്ത് നമുക്ക് ഒരു എത്തും പിടിയും കിട്ടാതെ മാതിരിയാണ് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു വല്ലാത്ത ശങ്ക നമ്മളിലുണ്ട്. അതുകൊണ്ടൊന്ന് പറഞ്ഞ് 8 അതിനാൽ സർവവും അറിയുന്ന ഭഗവാൻ ഞങ്ങളുടെ ഈ സംശയം നിർവഹിച്ചു തരിക. അതുകൊണ്ട് എന്ത് വേണം? എല്ലാം അറിയുന്ന അങ്ങ് നമ്മുടെ ഈ സംശയം ഒന്ന് തീർന്നു തരാം. അപ്പോൾ 9 ബ്രഹ്മാവ് പറയാണ്, അല്ലയോ പുത്ര, നിന്റെ ചോദ്യം വളരെ നല്ലതായിട്ട് തോന്നുന്നു. നിന്റെ ചോദ്യം ഭയങ്കരം തന്നെ, നല്ല ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ട്? എനിക്ക് ഭഗവാന്റെ അവദാനങ്ങളെ പ്രകാശിപ്പിക്കുവാൻ അത് പ്രോത്സാഹനം നൽകുന്നു. ആരെങ്കിലും ഉണ്ടോയെന്നല്ലേ ചോദിച്ചത്? ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ആ ഭഗവാനിലൂടെ ആ ഭഗവാന്റെ അവദാനങ്ങളെ വാഴ്ത്താനുള്ള ഒരവസരമാണ് നീ എനിക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. കാരണം ഒരു ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ 10 പറയുന്നു, നീ എന്നെ പുകഴ്ത്തിയത് അസത്യമൊന്നുമല്ല. നീ പുകഴ്ത്തിയിരിക്കുന്ന അന്യെല്ലാം തന്നെ അത് തെറ്റുമല്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, കാരണം ഈ മഹത്വങ്ങളെല്ലാം എന്നേക്കാൾ മുകളിലുള്ളവൻ്റേതാണെന്ന് അറിയാതെ പറഞ്ഞതാണല്ലോ. ഇതെല്ലാം ഇതിന് മുകളിലുള്ളവരവൻ്റേതാണെന്ന് അറിയാത്തത് കൊണ്ടാണ് എനിക്ക് നീ ഗുണങ്ങളെല്ലാം ചാർത്തി തന്നത്. അത് എനിക്ക് അറിയാതെ ഉണ്ട്. അതുകൊണ്ട് തെറ്റൊന്നുമല്ല. അവനെ നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം ഞാനെന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നു. ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്നു. കാണുന്നവർ വിചാരിക്കും പ്രമോദാണ് ഇത് യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്നത്. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമല്ല, പ്രമോദ് തന്നെയാണ് ചെയ്യുന്നത്. ആ നിലയിൽ നീ പറഞ്ഞതിൽ തെറ്റൊന്നുമല്ല, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിലൊരു കക്ഷി ഇരുന്നു കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഞാനല്ല. പക്ഷെ നിനക്കത് മനസ്സിലാവില്ല. എന്തുകൊണ്ട്? നിനക്കിതേ കാണാനുള്ള അവസരമുള്ളൂ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം അവർ ചെയ്യുന്നതാണ്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചോ അത് തെറ്റൊന്നുമല്ല, അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു കക്ഷിയുണ്ട്. അതിനെപ്പറ്റി നിനക്ക് അറിയാതെയാണ് നീ അത് പറയുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ ഇത് പറയില്ലായിരുന്നു. ഇപ്പം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ശക്തിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആരും ഇത് അതൊന്നും അല്ല, അവൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മറ്റവൻ്റെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ശക്തി തന്നെയാണെന്ന് പറയുകയായിരുന്നു. അപ്പം ആ തരത്തിൽ പറയുകയാണ്. പിന്നെ 12 ഇനി 12 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്വയം പ്രകാശിക്കുന്നതിൽ നിന്നും പ്രകാശിക്കുന്ന ലോകം, സ്വയം പ്രകാശിക്കുന്ന ഒരു ലോകം, പ്രകാശിക്കുന്ന ഒരു സംഗതി ഉണ്ടാകണം. അതാണ് ആ ഭഗവാൻ, ആ ഈശ്വരൻ. അതിൽ നിന്നാണ് ഈ ലോകമെല്ലാം പ്രകാശിക്കുന്നത്. പക്ഷേ ഏതെല്ലാം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എന്നിവയെ പോലെ ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം നമുക്ക് തോന്നുമ്പോൾ അതാണ് പ്രകാശിച്ച് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്. പക്ഷേ അതിനെ എല്ലാം പ്രകാശിപ്പിക്കുന്ന ആരാണ്? ആ ഒരു സയൻസ് തത്വത്തിലൂടെ
അതെല്ലാം ഉണ്ടാക്കിയിട്ട് അതിനെ കൊണ്ട് പ്രകാശിപ്പിക്കുന്ന ആരാണ്? ആ സൂര്യൻ, ആ ഈശ്വരനാണ്. ഞാനും സൃഷ്ടിയിലൂടെ പ്രകാശിപ്പിക്കുന്നു. ഞാനും തന്നെയാണ് അതെല്ലാം, എന്നിലൂടെ തന്നെയാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത്. സൂര്യനാണ് ഈ ലോകത്തെ എല്ലാം പ്രകാശിപ്പിക്കുന്നത്. എല്ലാവരും പറയുന്നത് തന്നെയാണ് സൂര്യൻ തന്നെയാണ് പ്രകാശിക്കുന്നത്, അല്ല ഈശ്വരനാണ് പ്രകാശിപ്പിക്കുന്നത് പറയില്ല. അതുപോലെ തന്നെ എന്നിലൂടെ തന്നെയാണ് ഈ സൃഷ്ടിയെല്ലാം നടന്നിരിക്കുന്നത്. ഞാൻ തന്നെയാണ് എല്ലാം പ്രകാശിപ്പിക്കുന്നത്. പക്ഷേ സ്വയം പ്രകാശിപ്പിക്കുന്ന ഒരു ശക്തി അവിടെയുണ്ട്. അതാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ജയിക്കാനാകാത്ത അവന്റെ മായയാൽ അവനത് ഒരു മായയിലൂടെയാണ് എന്നെ കൊണ്ടല്ല ഇത് ചെയ്യിപ്പിക്കുന്നത്. നമ്മളെ ഇടയിലൊരു, ആ ശക്തിക്കും നമുക്കും ഇടയിലൊരു മായയുണ്ട്. ആ മായയുടെ അപ്പുറമാണ് അവനിരിക്കുന്നത്. അതിനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം അതിനെ ജയിക്കാനും നമുക്ക് പറ്റില്ല. ജയിക്കാനാകാത്ത അവന്റെ മായയാൽ എന്നെ ലോകത്തിന്റെ കാരണമായി കാണുന്നു. അപ്പൊ ആ മായ അത് ഉള്ളത് കൊണ്ടാണ് ബ്രഹ്മാവാണ് സൃഷ്ടിക്കുന്നതെന്ന് എനിക്കെല്ലാം തോന്നിയത്. അത് നിന്റെ കുഴപ്പമൊന്നുമില്ല. ഒരു മായ അവിടെയുണ്ട്. നീ മായയിൽ അകപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ നിന്നെ സംബന്ധിച്ചിടത്തോളം ഈ സൃഷ്ടികളുടെ കാരണം എല്ലാം ഞാൻ തന്നെയാണ്. എന്നിലൂടെയാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. പക്ഷെ അത് തോന്നാൻ കാരണം നിന്നെ ഒരു മായ മറച്ചിട്ടുണ്ട്. എനിക്കത് കാണാനൊന്നും പറ്റില്ല. അതുപോലെ ഞാൻ ഈ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്നത് ഞാനാണെന്ന് തോന്നുന്നതിനൊരു കാരണം ഒരു മായ നോക്കുന്നവരെയെല്ലാം മറച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ശക്തി തന്നെയാണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഞാനും. ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇത് ആധുനിക സയൻസ് പോലും കണ്ടെത്താത്ത ഒരു സത്യമാണ്. ആ വാസുദേവന് നമസ്കാരം. അങ്ങനെ മറഞ്ഞിരിക്കുന്ന ആ വാസുദേവന് ബ്രഹ്മാവന്തിയാണ് നമസ്കാരം പറയുകയാണ്. എൻ്റെ 13 യാതൊരുവന്റെ ദൃഷ്ടിപഥത്തിൽ നിൽക്കുവാൻ ലജ്ജിക്കുന്ന മായയിൽ. അപ്പൊ അങ്ങനെ ഒരു മായ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ആ ഭഗവാന്റെ മായയാണ്. അപ്പം ഭഗവാന്റെ മായ എന്ന് പറയുമ്പോൾ ഭാര്യയായിട്ട് വേണമെങ്കിൽ എടുക്കാം, സ്ത്രീയായിട്ട് എടുക്കാം. അപ്പൊ അങ്ങനെ ഒരു മായയെ സൃഷ്ടിച്ച് നടുവിലിട്ടുകൊണ്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. അപ്പൊ ആ മായ ഭഗവാന്റെ മുന്നിൽ എങ്ങനെയാണ് ലജ്ജിച്ചിട്ടാണ് നിൽക്കുക, സ്ത്രീയായിട്ട് ചിത്രീകരിക്കുകയാണ്. അപ്പൊ മായ ഭഗവാന്റെ മുന്നിൽ ലജ്ജിച്ച് നിൽക്കുന്നു. ആ ലജ്ജിച്ചു നിൽക്കുന്ന മായയിൽ അധീനമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ ലജ്ജിച്ചു നിൽക്കുന്ന മായയിൽ മോഹിക്കുന്ന നമ്മൾ. അപ്പൊ നമ്മളെന്താണ്? ബുദ്ധിഹീനരാണ്. നമ്മൾ ബുദ്ധിഹീനരാണ്. നമ്മൾ ഈ മായയിൽ ഭ്രമിച്ചിട്ട്, സുന്ദരിയായ മായയിൽ ഭ്രമിച്ചിട്ട് നമ്മൾ അതാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചുകൊണ്ട് നമ്മളെ ബുദ്ധി മായയിലാണ് നിൽക്കുന്നത്. ആ ബുദ്ധിഹീന ഞാൻ എൻ്റെ എന്നെല്ലാം ചിന്തിക്കുന്നു. അപ്പം മായയിൽ അകപ്പെട്ടിട്ട് നമ്മൾ ഞാനാണ് ചെയ്യുന്നത്, അവനാണ് ചെയ്യുന്നത്, ബ്രഹ്മാവാണ് ചെയ്യുന്നത് എന്നെല്ലാം ചിന്തിച്ചു പോവുകയാണ്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ മായനെ കാണുന്നുള്ളൂ. ഈ മായ പോലും ആ പരമേശ്വരൻ അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ ആ വാസുദേവന്റെ മുന്നിലും ലജ്ജിച്ചു നിൽക്കുന്ന ഒരു കക്ഷിയാണ്. ആ ലജ്ജിച്ചു നിൽക്കുന്ന കക്ഷിയിലേക്ക് ഭ്രമം കയറിയിട്ട് നമ്മൾ ഞാൻ എന്ന ചിന്ത വെച്ചിട്ട് നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാനീ പറയുന്നതല്ല ഞാനാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാനാണ് പറയുന്നത്. കാണുന്നവരെ ചിന്തിക്കുന്നത് പ്രമോദാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും പ്രമോദല്ല. പ്രമോദിന്റെ പിന്നിൽ ഒരു ശക്തി എന്നെ സൃഷ്ടിച്ചിട്ട് അത് തന്നെ ഞാനായി മാറിയിട്ട് എന്നിലൂടെ ചെയ്യുകയാണ്. ഇതുപോലെ തന്നെയാണ് ബ്രഹ്മാവിലൂടെ ചെയ്യുന്നത്. അവരല്ല ഇത് ചെയ്യാനേ ബാധ്യതയുള്ളൂ. ആ വിഷ്ണുവിന് ഇത് തന്നെയാണ് ജോലി, ഇതിനെല്ലാം സംരക്ഷിക്കുക. അത് മായയിൽ അകപ്പെട്ടിട്ടാണ് വിഷ്ണു ചെയ്യുന്നത്. കൃഷ്ണനായാലും എല്ലാം മായയിൽ അകപ്പെട്ട് ചെയ്യുകയാണ്. അവർ ചെയ്യുന്നതാണെങ്കിൽ വേണമെങ്കിൽ സംശയിക്കുന്നതിന് തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം നമ്മളെ ബുദ്ധിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. അത് നമ്മളെ കുഴപ്പമാണ്. പക്ഷെ അതൊന്നും അല്ല. ഈശ്വരൻ അവിടെയാ. ഇവരെ കൊണ്ടൊന്നും സ്വാധീനിക്കാനൊന്നും പറ്റില്ല.
ഇവരിത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വിധിക്കപ്പെട്ടവരാണ്. ഒരു പോസ്റ്റ്മാന് ലെറ്റർ കൊണ്ടു കൊടുക്കാനേ പറ്റുള്ളൂ, അല്ല വേറെ ജോലിയൊന്നും അതിനകത്ത് ചെയ്യാൻ പറ്റില്ല. അവനെ സ്വാധീനിച്ചിട്ട് നമുക്ക് വേറെ ആളെ കത്തെടുത്തിട്ട് അഡ്രസ്സ് വാങ്ങിയിട്ട് നമുക്ക് വരുമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം അവരെ ജോലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാം അവർക്ക് രാത്രിയില്ല, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. കാരണം ആ ശക്തി തന്നെയാണ് നമ്മൾ ഉള്ളിലിരുന്നിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ശക്തി തന്നെയാണ് നമ്മളായിട്ട് മാറിയിട്ട് നമ്മൾ ഉള്ളിലിരുന്നു കൊണ്ട് നമുക്കൊരു ഞാനെന്നൊരു മായാ ചിന്തി ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പൊ അതിലൊന്നും ഒരു അർത്ഥമില്ല. പോട്ടെ, ഇനി അടുത്ത 14. എന്നിട്ട് 14 പറയാണ്, എന്നാൽ വാസുദേവനിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന മറ്റൊരു പദാർത്ഥവും ഇല്ല. വാസുദേവനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പദാർത്ഥവും ഇല്ല. സൃഷ്ടിക്കഥ അടിസ്ഥാനമായ ദ്രവ്യങ്ങളും ജീവനാരാധാരമായ കർമ്മതത്വങ്ങളും പ്രകൃതി ഗുണങ്ങളെ സമനില തെറ്റിക്കുന്ന കാലവും. അപ്പം ഈ വാസുദേവനിൽ നിന്നും അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്നും ആ ബ്രഹ്മത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു വസ്തുവില്ല എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടിയെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇതെങ്ങനെയാണ് സൃഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിർഗുണമായ ഒരു ബ്രഹ്മം, ഇതുമായി അല്ല, ഇതൊരു മാവ് കുഴച്ചാണെന്ന് വെച്ചോ. ഇതിനെ ഒരു പ്രബോധനം സൃഷ്ടിച്ചു, വേറൊരാളെ സൃഷ്ടിച്ചു, വേറൊരാളെ അവരാതന്നെ വേർപെട്ടിട്ടില്ല. ഇതെല്ലാം ഒന്നിച്ചു കിടക്കുന്നതാണ്. ഇങ്ങനെ കുറെ ആൾക്കാരെ പട്ടി പൂച്ച എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് ഈ മാവ് തന്നെയാണ്, വേർപെട്ടിട്ടില്ല. ഈ മാവ് തന്നെയാണ് ഇങ്ങനെയാകുന്നത് പലതായി. വേർപെടുത്തിയിട്ടല്ല. അല്ലാതെ ഒരു മാവെന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ദോശ ഉണ്ടാക്കി ഒരു കഷ്ണം എടുത്തിട്ട് മറ്റേ ഉണ്ടാക്കിയല്ല, വേർപെടുത്തിയല്ല. ഇത് തന്നെ ഉണ്ടാകണം. ഇതെങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, സിനിമയിലെ മറ്റേ മൈ ഡിയർ കുട്ടിച്ചാത്തനോ ഏതിൽ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കീരി വരുന്ന കണ്ടിട്ടില്ലേ, കുട്ടിച്ചാത്തനായിട്ട്. അതുമാതിരിയായിട്ട് കാണണം. ഏതോ അദൃശ്യമായ ശക്തി. ആദ്യമുള്ള ബ്രഹ്മത്തിന് രൂപമില്ല, മാവിന് രൂപമുണ്ട്, മറ്റേ രൂപമില്ല. ഒരു അദൃശ്യ ശക്തി അതിൽ നിന്ന് ഇങ്ങനെ വികസിച്ച് വരികയാണ്. ആര്? കുട്ടിച്ചാത്തൻ. എന്നാൽ കുട്ടികൾ എനിക്ക് ഒരു കുട്ടിച്ചാത്തനായിട്ടല്ല, ഒരു 5 കുട്ടിച്ചാത്തനായിട്ട് വരണം എന്ന് പറഞ്ഞാൽ അത് 5 കുട്ടിച്ചാത്തൻ്റെ രൂപത്തിൽ വരും. പക്ഷെ അതെല്ലാം എന്താണ്? ഈ മാവെന്ന് എനിക്ക് 5 ആളെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ 5 ആളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 10 ആളെ ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ ഉരുട്ടി. ഇതൊന്നും വേർപെട്ടിട്ടില്ല. ഇതെല്ലാം കൂടിയതാണ്. അതാണ് വിരാട രൂപം. അപ്പൊ ഈ ഉണ്ടായതെല്ലാം എന്തെന്ന് തന്നെയാണ്? അതെന്ന് തന്നെയാണ്. അപ്പൊ എന്നാൽ വാസുദേവനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മറ്റൊരു പദാർത്ഥവും ഇല്ല. അതിൽ നിന്നൊന്നും വേർപെട്ട് നിൽക്കുന്നില്ല. സൃഷ്ടിക്ക് അടിസ്ഥാനമായ ദ്രവ്യങ്ങളും എല്ലാ ദ്രവ്യങ്ങളും ജീവനാധാരമായ കർമ്മതത്വങ്ങളും അതിനു വേണ്ട തത്വങ്ങളും സയൻസും എല്ലാം അതിൽ നിന്നാണ് ഉത്ഭവിച്ചു വന്നിരിക്കുന്നത്. പ്രകൃതി ഗുണങ്ങളെ സമനില തെറ്റിക്കുന്ന കാലവും, കാലമനുസരിച്ചാണ് പ്രകൃതിയുടെ ഗുണങ്ങൾ മാറിക്കൊണ്ടുവരുന്നത്. നമ്മൾ പറയല്ല, പണ്ട് കാലത്തെ തെങ്ങിൻ്റെ കരിക്കിൻ്റെ വെള്ളത്തിനെല്ലാം എന്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ തെങ്ങിൻ്റെ ടേസ്റ്റ് കുറവാണ്. അപ്പം കാലം കഴിയുന്നതനുസരിച്ച് ജീവജാലങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്. ആ കാലത്തിന് യോജിച്ച. പണ്ട് കാലത്തെ മനുഷ്യരെല്ലാം ഭയങ്കര ആരോഗ്യമായിരുന്നു. പക്ഷേ ഇപ്പം വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ശരീരത്തിന് വലിയ ശക്തിയൊന്നും ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? അല്ല, യന്ത്രങ്ങളാണ് ചെയ്യുന്നത്. നടക്കേണ്ട ആവശ്യമില്ല. കാലിനെന്തിനാ വലിയ ശക്തി? ബസ് കയറിയിട്ടാണ് പോകുന്നത്. പിന്നെ അതിൻ്റെയൊന്നും ആവശ്യമില്ല. പണ്ട് എന്ന് പറഞ്ഞാൽ മലയെല്ലാം ചവിട്ടിക്കയറണം. ഇപ്പം ലിഫ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പോയി അവിടെ ഇറങ്ങിയാണ്. ഇനി കാലിനെല്ലാം ശക്തി കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം കാലത്തിനനുസരിച്ച് ദ്രവ്യങ്ങളുടെ ഗുണത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് തന്നെയാണ് പരിണാമ സിദ്ധാന്തം. യുക്തിവാദികൾ പറയുന്ന പരിണാമ സിദ്ധാന്തം തന്നെയാണ് ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രകൃതി ഗുണങ്ങളെ സമനില തെറ്റിക്കുന്ന കാലവും
പരിണാമത്തിന് ഹേതുവായ സ്വഭാവവും. അപ്പം പരിണാമത്തിന് സ്വഭാവം ഹേതുവായി മാറുന്നുണ്ട്. ഒരു കാലത്ത് മനുഷ്യൻ കുരങ്ങന്മാരി വാലുണ്ട് എന്ന് യുക്തിവാദികൾ പറയുമ്പോൾ, വേറെ കാലത്ത് വാലിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് വാലങ്ങ് കളഞ്ഞു. പരിണാമത്തിനനുസരിച്ച് ആ ഒരു ശല്യം ഉപദ്രവമായി തീർന്നു. അപ്പം യുക്തിവാദികൾ പറയുന്നതെല്ലാം ശരി തന്നെയാണ്, വേദം അത് തന്നെയാണ് പറയുന്നത്. പരിണാമത്തിന് ഹേതുവായ സ്വഭാവമെല്ലാം മാറി. വാലെല്ലാം മുറിച്ച് കളഞ്ഞ് കുരങ്ങൻ്റെ വാല് മുറിച്ചിട്ട് ചുരുക്കിയിട്ടാണ് കാലം കഴിയുന്നതനുസരിച്ച് മനുഷ്യനുണ്ടായിരിക്കുന്നത്. യുക്തിവാദി പറയുന്നതാണ്. എനിക്കറിയില്ല കുരങ്ങനാണോ മനുഷ്യനായെന്നൊന്നും. അവർ പറയുന്ന കേട്ടതാണ്. ആധുനിക ശാസ്ത്രജ്ഞന്മാർ ആദ്യം പറയുന്ന കേട്ട് കുരങ്ങനാണ് മനുഷ്യനായി മാറിയത്. ഇപ്പോൾ എന്തെല്ലാം മാറ്റി പറയുന്നുണ്ടെന്നൊന്നും ഒന്നും അറിയില്ല. ഏതായാലും ഇതിനകത്ത് പറയുന്ന പരിണാമത്തിനോട് ആ തത്വം ശരി തന്നെയാണ്. പിന്നിലെ എന്നിട്ട് പരിണാമത്തിന് വിധേയമായ സ്വഭാവവും സുഖദുഃഖങ്ങൾക്ക് പിന്നിലെ ജീവാത്മാവും. അപ്പം നമ്മളെ സുഖദുഃഖങ്ങൾക്കെല്ലാം പിന്നിൽ നമ്മളിൽ എന്തുണ്ട്? ഒരു ജീവാത്മാവുണ്ട്, ഒരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് കർമ്മം ചെയ്യുമ്പോഴാണ് നമുക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. അതൊന്നും തന്നെ വാസുദേവനിൽ നിന്ന് ഭിന്നമല്ല. കാരണം ഇതേമാതിരി ഒരു മാവും തന്നെയാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നത്. ചക്കയും മാങ്ങിയും ഈ സയൻസും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ നിന്നും ഭിന്നമല്ല. ഇനി 15 വേദങ്ങൾ നാരായണന്റെ മൂല്യതത്വമാവുന്നു. വേദം എന്ന് പറയുന്നത് ആ പ്രപഞ്ചത്തിൻ്റെ രഹസ്യമെല്ലാം അടങ്ങിയിരിക്കുന്ന മൂലതത്വമാണ് വേദം. ദേവന്മാർ നാരായണന്റെ അംഗങ്ങളിൽ നിന്നുണ്ടായിരുന്നു. ദേവതകൾ എന്ന് പറയുമ്പോൾ, ദേവന്മാരെന്ന് പറയുമ്പോൾ, ദേവതകൾ എന്ന് പറയുമ്പോൾ എല്ലാ വസ്തുക്കളും ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ആ നാരായണനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ നാരായണനെ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് വിരാട രൂപത്തിലേക്കാണ് പോകുന്നത്. അത് കുറച്ച് അങ്ങോട്ട് എനിക്ക് പറയാം. യജ്ഞങ്ങൾ നാരായണന്റെ പ്രീതിക്ക് വേണ്ടിയാവും. ഇവിടെ നടക്കുന്ന എന്തെല്ലാം യജ്ഞങ്ങളുണ്ടല്ലോ അതെല്ലാം നാരായണനെ പ്രീതിപ്പെടുത്താനാണ്. അതായത് ലോകം പടിപടിയായ ഒരു നല്ല സുന്ദരമായ ലോകമുണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടി? അതിനു വേണ്ടി. നമ്മൾ ഉള്ളിലേക്ക് ഇരുന്നുകൊണ്ട് അത് തന്നെയാണ് ചെയ്യിക്കുന്നത്, അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതെല്ലാം അതിനു വേണ്ടിയാണ്. എല്ലാ കർമ്മങ്ങളൊന്നും നമുക്കൊന്നും വേണ്ടിയല്ല. സ്വർഗാദി ലോകങ്ങൾ നാരായണന്റെ കൽപ്പിതങ്ങളാകുന്നു. അത് കൽപ്പനകളാണ്. ഓരോ രൂപത്തിൽ സ്വർഗം, ചിലപ്പോൾ സ്വർഗം നീതിക്കും, ചിലപ്പോൾ നരകം നീതിക്കും. പ്രാണായാമാദി യോഗചര്യ നാരായണന് വേണ്ടിയിട്ടുള്ളത്. എല്ലാം എന്തുണ്ടെങ്കിലും ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ നമ്മൾ നാരായണന് പോയിട്ടാണ് ലയിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. തപസ് നാരായണനെ ആശ്രയിച്ചുകൊണ്ടുള്ളതാണ്. തപസ് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചു ഇവിടെ എന്തെല്ലാം ഉണ്ട് അതെല്ലാം നാരായണനാണ്. ആത്മതജ്ഞാനം നാരായണനിൽ ഊന്നി നിൽക്കുന്നു. ആത്മാവിൻ്റെ തത്വം, ആ ബ്രഹ്മത്തെ പറ്റിയുള്ള എല്ലാ തത്വം എവിടെയാണുള്ളത്? ആ നാരായണനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെയോ 17 പറയുന്ന എല്ലാം കാണുന്നവൻ, അവൻ എല്ലാം കാണുന്നുണ്ട്. കാരണം അത് തന്നെയാണ് എല്ലാ ഏകത്തിന്റെ കാണേണ്ട ആവശ്യമില്ല. എല്ലാം അത് തന്നെയാണ്. നിർവികാര കൽപ്പന. പക്ഷെ അതിനൊന്നും ഒരു വികാരവും ഇല്ലാതെ ഒരു ജീവിയാണ്. എല്ലാത്തിൻ്റെ സർവാത്മാവുമാണ് ആ ഈശ്വരൻ. അങ്ങനെ എല്ലാം തികഞ്ഞ ഈശ്വരനാണ് അത്. സംഗതിയല്ല ശരി തന്നെ. എനിക്ക് ബ്രഹ്മാവ് പറയാണ് ആ ഈശ്വരനെ എല്ലാം സൃഷ്ടിക്കാനുള്ള കഴിവ് തന്നെ ഉണ്ട്. അങ്ങേർക്ക് തന്നെ ആടി ഇരുന്നിട്ട് എല്ലാം ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷെ എന്ത് ചെയ്തു? എന്നെ സൃഷ്ടിച്ചുകൊണ്ട്, എന്നെ പ്രേരിപ്പിച്ചുകൊണ്ട് സൃഷ്ടിക്കുന്നു. ഇവിടെയാണ് പ്രശ്നം. ബ്രഹ്മാവ് എന്താണെന്ന് വെച്ചാൽ അങ്ങേർക്ക് ഈ എല്ലാ കഴിവുണ്ടെങ്കിൽ അങ്ങേർക്ക് ഒറ്റക്ക് ഉണ്ടാക്കാൻ പറ്റാതെ കൊണ്ടൊന്നുമല്ല. ഈ വേദങ്ങളെല്ലാം ഈ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാൻ അങ്ങേർക്ക് പറ്റാതെ കൊണ്ടൊന്നുമല്ല. പിന്നെ ഒരു പ്രബോധനമാരി ആയിട്ട് മാറിയിട്ട് പ്രബോധനോട്ട് ഇരുന്ന് പറയിപ്പിക്കുന്നത് എന്തായിരിക്കും? അതുപോലെ ബ്രഹ്മാവിനെ അങ്ങേർക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റാതെ കൊണ്ടൊന്നുമല്ല ആ ശക്തിക്ക്. പക്ഷേ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇങ്ങനെ ഒരു 3 ഫലമായിട്ട് അത് തിരിഞ്ഞിട്ട് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചിട്ട് ബ്രഹ്മാവിനെ കൊണ്ട് പ്രേരിപ്പിച്ചിട്ട് ജയിപ്പിക്കുകയാണ്.
അപ്പോൾ അത് ഉള്ളിൽ നിന്ന് പ്രേരിപ്പിച്ചിട്ടാണ് ബ്രഹ്മാവ് ആടി ഇരുന്നിട്ട് കർമ്മം ചെയ്യുന്നത്. ആ ബ്രഹ്മാവോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നടക്കും? നമ്മൾ ഓഫീസിൽ പോയിട്ട് കാര്യം നേടാൻ ക്ലർക്കിൻ്റെ അടുത്ത് പോയിട്ട് പറയും, നിങ്ങൾ എങ്ങനെയൊന്നും ഒന്ന് ചോദിച്ചു, അതൊന്നും പറ്റില്ല, നിങ്ങൾ പോയി അവിടെ പോയി പറയാമെന്ന് പറയും. അതുപോലെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് ബ്രഹ്മാവിനെ സൃഷ്ടിക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധി കൂട്ടിത്തരണേന്നൊന്നും പ്രാർത്ഥന, എൻ്റെ മോന് കുറച്ച് ബുദ്ധി കൂട്ടിത്തരണേന്ന് പറഞ്ഞാൽ ബ്രഹ്മാവന് അന്നും നടക്കുന്ന പരിപാടിയല്ല. അല്ലമ്പടിക്ക് അവിടെ പോയി പറ, അവിടെ ഇരിക്കുന്നുണ്ട് ഒരു കക്ഷി, എൻ്റെ മോനെ ഒന്ന് എനിക്കൊരു മോനെ തരണേ എന്ന് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് ബ്രഹ്മാവിനൊരു പൂജയെല്ലാം നടത്തിയിട്ട് ബ്രഹ്മാവെ എനിക്കൊരു കൊച്ചിനെ തരണേ എന്ന് പറയുമ്പോൾ അതൊന്നും എൻ്റെ അടുത്ത് പറയുമ്പോൾ അങ്ങനെ എനിക്ക് ഇപ്പം നമ്മളെ അക്കൗണ്ട്സ് ക്യാഷ്യർ അടുത്ത് പോയിട്ട് ക്യാഷ്യറെ കുറച്ച് പൈസ എല്ലാവർക്കും കൊടുക്കില്ല, അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ പൈസയല്ലേ ഉള്ളൂ, കുറച്ച് ഇങ്ങ് തന്നെ എനിക്കൊരു ബസ്സിന് ടിക്കറ്റിന് വേണ്ട ഒരു 10 റുപ്യ, അതൊന്നും എനിക്കെടുക്കാൻ പറ്റില്ല, ആരും പോയി അവിടെ പറയാമെന്ന് പറയും. ഓരോ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കൊരു കൊച്ചിനെ തരണേന്ന് പറഞ്ഞാൽ കൊച്ചിനെ ഒന്നും കിട്ടാൻ പോകുന്നില്ല, അതല്ല അവിടെ പോയി പറ, അവർ തീരുമാനിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ അടുത്തും വിഷ്ണുവിൻ്റെ അടുത്തും കൃഷ്ണൻ്റെ അടുത്തൊന്നും പോയിട്ട് കാര്യമില്ല, എല്ലാം അവിടെ പറയുന്നു. ആ പ്രേരണ അനുസരിച്ചാണ് ചെയ്യുന്നത്. എന്നിട്ട് 18 പറയുകയാണ്, പ്രകൃതി ഗുണവുമായി ഒരു ബന്ധവുമില്ല അതിന്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിന് പ്രകൃതി വിഭവങ്ങൾ, ഈ പ്രകൃതിയിലുള്ള ഒരു ഗുണവുമായിട്ട് അതിനൊരു ബന്ധവുമില്ലെങ്കിലും സത്വരജോ തമോ ഗുണങ്ങളിലൂടെയും സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയിലൂടെയും അതെന്ത് ചെയ്യുന്നു, മായയിലൂടെ ഈ സൃഷ്ടിയെല്ലാം നടത്തിപ്പോരുന്നു. മായയുടെ പിന്നിൽ ഒരു മായ എന്ന് പറഞ്ഞാൽ മറക്കുന്നത്. അതുകൊണ്ടാണ് മായാ ലോകം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ലോകം ഇല്ല എന്നല്ല അർത്ഥം, മായ ഇതെല്ലാം ഇല്ല എന്നല്ല അർത്ഥം. ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം അതാണ് ചെയ്യുന്നതെങ്കിലും ഈ നടക്കുന്ന ലോകത്തിലുള്ള സംഭവ വികാസങ്ങളൊന്നും ഉള്ള ആർക്കും തന്നെ അതിനെ മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒരാളാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാതിരിക്കാൻ ഒരു മായ സൃഷ്ടിച്ചിട്ട് നമ്മളിലെല്ലാം ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് ഉള്ളിൽ കിടന്നുകൊണ്ട് എനിക്ക് വേണ്ടി എന്ന ചിന്തയിൽ കൊണ്ടാണ് ഇതെല്ലാം കർമ്മങ്ങൾ ഇവിടെ നടക്കുന്നത്. ചെയ്യുന്നത് അതാണ്, പക്ഷേ എന്നിലൊരു ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്നു, വേറൊന്നിൽ അവനിലേതായ ഒരു ഞാനുണ്ടാക്കുന്നു. പക്ഷേ എല്ലാം ആ ബ്രഹ്മം തന്നെയാണ് ഇതെല്ലാമായിട്ട് മാറിയത്. പിന്നെ അതിൻ്റെ അകത്തുള്ളേ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇങ്ങനെ 5 ആളായിട്ട് മാറിയെങ്കിലും ഈനൊരു തല കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാനെന്ന ചിന്തിക്കും, ഈനൊരു തല കൊടുത്തിട്ട് ഞാനെന്ന ചിന്തിക്കും, ഈനൊരു തല കൊടുത്തിട്ട് ഞാനെന്ന ചിന്തിക്കും. എന്നിട്ട് ഇതിൽ ഓരോന്നിലും നിന്നുകൊണ്ട് ഇതിനെ കൊണ്ട് പരസ്പരം ഓരോന്നിനെയും കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ്. മായയിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നു. ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനം? ത്രിഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സത്വരജോ തമോ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന ഒരു രൂപത്തിൽ. ഇനി 19 ഗുണങ്ങളായ ദ്രവ്യം, ജ്ഞാനം, ക്രിയ എന്നിവയ്ക്ക് ഹേതുവായി നിന്നുകൊണ്ട്. അപ്പം ഗുണങ്ങളെ എന്തെല്ലാമായിട്ട് തിരിച്ചിരിക്കുന്നു? ദ്രവ്യം, ജ്ഞാനം, ക്രിയ. അതായത് ആദ്യം ബുദ്ധി ഉണ്ടായ ജ്ഞാനമുണ്ടെങ്കിലേ എന്തെങ്കിലും കർമ്മം ചെയ്യാൻ പറ്റും. അപ്പം ജ്ഞാനം, സയൻസ്, വേദങ്ങൾ, മോഡേൺ സയൻസ്, ചരിത്രം, ഹിസ്റ്ററി, ഇങ്ങനെയെല്ലാം പറയുന്ന ജ്ഞാനവും ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മവും പ്രാക്ടിക്കലായിട്ട് സയൻസ്, ടെക്നോളജിയുടെ സഹായത്താൽ കർമ്മവും ചെയ്തിട്ട് ദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്നു. പുതിയ പുതിയ വസ്തുക്കൾ ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ടാക്കുന്നു. എന്നിവയ്ക്ക് ഹേതുവായിട്ട് നിന്നുകൊണ്ട് അതിൽ നിന്നും മുക്തനാണ്. ഇതെല്ലാം അതാണ് ചെയ്യിക്കുന്നത്, ഈ തരത്തിലെല്ലാം അതാണ് ചെയ്യിക്കുന്നത്. നമ്മളുടെ ബുദ്ധി ഉണ്ടാക്കി നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതെങ്കിലും അതിൽ നിന്നെല്ലാം മുക്തനെങ്കിലും മായയുടെ സഹായത്താൽ, പക്ഷെ നടുവിലൊരു മായനെ വെച്ചുകൊണ്ട് ജീവികളെ എന്താക്കി തിരിച്ചിട്ടുണ്ട്? അതിഭൗതികം, ആധ്യാത്മികം, അതിദൈവികം എന്ന താപരൂപങ്ങളിൽ കുടുക്കിയിടുന്നു.
അങ്ങനെ ഈ ഉണ്ടാകുന്ന ജീവജാലങ്ങളെല്ലാം മായയിലൂടെ ഈ 3 തരത്തിലാക്കി: ഭൗതിക ജീവിതം, അതിഭൗതികം, ആദിഭൗതികം, ആദിദൈവികം. ഇങ്ങനെ 3ആയി തിരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അതിനെപ്പറ്റി പിന്നീട് പറയും. എന്നിട്ട് 20 പറയുന്നു, അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊന്നും പരിധിയിലല്ല അത് വരുന്നത്. അതല്ല അതിൻ്റെ പുറത്ത് മായയുടെ അപ്പുറം സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ്. എങ്കിലും ഈ 3 ഗുണങ്ങളിലൂടെ, ത്രിഗുണങ്ങളിലൂടെ ജ്ഞാനം നൽകി അവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിച്ച് ദ്രവ്യങ്ങൾ, പുതിയ പുതിയ ദ്രവ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ 3 ഗുണങ്ങളിലൂടെ അതേസമയം അവ്യക്തമായ രൂപത്തിൽ എല്ലാവരുടെയും നിയന്താവായി തീരുന്നു. അവ്യക്തമായ രൂപത്തിൽ, അത് പിന്നിലുണ്ട്. അതിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. അപ്പം എല്ലാവരെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നതും അതാണെങ്കിലും അതിലൊന്നും തലയിടാതെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന നിലയിൽ മായക്ക് പിന്നിൽ ഒളിച്ചു നിൽക്കുകയാണ്. മായ എന്ന് പറയുമ്പോൾ നമുക്കിത് മനസ്സിലാവുന്നില്ല. അതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഞാനെന്നൊരു ചിന്ത വെച്ചിട്ട് നടക്കുകയാണ്. ഈ ഞാനെന്ന ചിന്ത വിട്ടാലേ നമുക്ക് ആ ശക്തിയെ മനസ്സിലാക്കാൻ പറ്റും. ഇനി 21 മായയുടെ ഭാഗമായി, അങ്ങനെ മായയുടെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? അനേകമായി ഭവിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട് അത് പലതായിട്ട് മാറാൻ ചിന്തിച്ചു. ഒരു മായയെ നടുവിലിട്ടുകൊണ്ട് അത് പല വസ്തുക്കളായിട്ട്, ജീവജാലങ്ങളെല്ലായിട്ട് മായയെ പലതായി തീരുവാൻ ചിന്തിച്ചുകൊണ്ട് ത്രിഗുണങ്ങളുടെ വിക്ഷോഭത്തിന് കാരണമായ ത്രിഗുണങ്ങൾ, അപ്പോൾ 3 ഗുണങ്ങളുടെ, സത്വരജോ തമോ ഗുണങ്ങളുടെ പിൻബലത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. കാലതത്വമുണ്ട്. അപ്പൊ ഈ കർമ്മങ്ങളെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത്? സമയം അടിസ്ഥാനമാക്കിയാണ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ത്രിഗുണമാത്മകമായിട്ടാണ് കർമ്മങ്ങൾ. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഈ കർമ്മങ്ങൾ തന്നെയാണ് ലോകത്തിൽ നടക്കുന്നത്. സൃഷ്ടിക്കും അത് ഏതിനനുസരിച്ച്? കാലത്തിനനുസരിച്ച്. അപ്പോൾ കാലത്തിനനുസരിച്ച് കൃതയുഗം ഉണ്ടാക്കും, അത് പൊളിച്ച് ത്രേതായുഗം ഉണ്ടാക്കും, അത് പൊളിച്ച് ദ്വാപരയുഗം ഉണ്ടാക്കും, പിന്നെ കലിയുഗം, ഗോത്രകാലഘട്ടം ഉണ്ടാക്കും. അതിനെ പൊളിച്ച് കൊളോണിയലിസത്തിലേക്ക് പോകും. ആ കൊളോണിയലിസത്തെ പൊളിച്ച് ഇന്നത്തെ ലോകത്തിലേക്ക് പോകും. അതിനെ പൊളിച്ചിട്ട് സുന്ദരമായ ഒരു ലോകം, വസുദേവ കുടുംബം ഉണ്ടാക്കും. അതെല്ലാം കാലവുമായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളെ ചായ ഉണ്ടാക്കുമ്പോഴും വെള്ളം വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളക്കുന്നതിനൊരു സമയമുണ്ട്. ആ സമയം കഴിയുമ്പോൾ പഞ്ചസാര ഇടും. അതിന് കുറച്ച് സമയമുണ്ട്. അത്രയും സെക്കൻഡ് അവിടെ വെച്ചിരിക്കണം. അതിന് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. പിന്നെ ഓഫാക്കി അതിനടുത്ത് പാൽപ്പൊടിയെല്ലാം കലക്കാനൊരു സമയമുണ്ട്. ഇത് മിക്സാക്കുന്നു. ഇതെല്ലാം ഉണ്ടല്ലോ. എല്ലാത്തിനും സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സമയമില്ലാതെ ഒരു പരിപാടി. അപ്പോൾ കാലതത്വത്തെയും ജീവികളുടെ കർമ്മതത്വത്തെയും, അപ്പോൾ ഒരു കർമ്മം ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും കൊണ്ടും കർമ്മം ചെയ്യിപ്പിച്ച് ജ്ഞാനം കൊടുത്ത് എല്ലാവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പരിണാമത്തിന് വിധേയമായി പരിണാമ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. കൃതയുഗത്തിൽ ചെയ്യുന്ന മാതിരിയല്ല മനുഷ്യൻ. അവൻ്റെ ആരോഗ്യമെല്ലാം കുറച്ച് കുറയുന്നുണ്ട്. പക്ഷേ ബുദ്ധി കുറച്ച് കൂടിയിട്ടുണ്ട്. ബുദ്ധി അന്നുകൊണ്ട് ബുദ്ധി, എന്നാലും ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് പിന്നെ കർമ്മം കൂടി വരിക. ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള കർമ്മവും ശരീരശക്തി കുറഞ്ഞു വരും. പരിണാമം വാലെല്ലാം പോകും. കുറച്ചു കാലം ആദ്യ യുക്തിവാദികൾ പറയുന്ന മാതിരി മനുഷ്യൻ്റെ വാലെല്ലാം ഉണ്ടായി, കുരകനായിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ വാലെല്ലാം ദ്രവിച്ചു പോയി, അല്ല ചുരുങ്ങിപ്പോയി, പരിണാമം സംഭവിച്ചു. കാലത്തിനനുസരിച്ച് വാലെല്ലാം പോയിട്ട് മനുഷ്യനായിട്ട് മാറി. എന്നിട്ട് സ്വഭാവ തത്വത്തെയും സ്വീകരിച്ചു. ഇങ്ങനെ പല രൂപത്തിലായിട്ട് മാറി. ഇത് പരിണാമ സിദ്ധാന്തം അനുസരിച്ച് തന്നെ. പരിണാമ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ കാലവുമായിട്ട് സമയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗ്രഹങ്ങളുടെ ചുറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പരിണാമ സിദ്ധാന്തവും കാലത്തിനനുസരിച്ചാണ് മാറ്റം. ആ കാലം എന്ന് പറയുന്നത് ഗോളങ്ങളുടെ ചുറ്റുമായിട്ട് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി 22 ഈശ്വരനധിഷ്ഠിതമായ കാലശക്തിയിൽ ഗുണങ്ങൾക്ക് വിക്ഷോഭവും സ്വഭാവത്തിൽ നിന്ന് പദാർത്ഥങ്ങൾക്ക്
രൂപാന്തര പ്രാപ്തിയും കർമ്മത്തിൽ നിന്ന് മഹാതത്വങ്ങൾ ഉത്ഭവിക്കുകയും ഉണ്ടായി. അപ്പം ഈശ്വരന് അധിഷ്ഠിതമായ കാലശക്തിയിൽ നിന്ന്, അതായത് കാലം പുരോഗമിക്കുന്നതനുസരിച്ച്, ടൈം അനുസരിച്ച് ജ്യോതിർഗോളങ്ങൾ ചലിക്കുന്നതിൻ്റെ ആ സമയത്തിനെ അടിസ്ഥാനിച്ച് ഗുണങ്ങൾക്ക് വിക്ഷോഭവും, ഗുണങ്ങളെല്ലാം മാറി മാറി വരും. പണ്ടുള്ള മനുഷ്യൻ്റെ നമ്മളിപ്പം പറയലില്ല, ഓ പണ്ട് ഞാനല്ല എങ്ങനെയല്ല ആയിരുന്നു, എൻ്റെ മക്കൾ മറ്റിങ്ങനെയായിപ്പോയി. എന്തുകൊണ്ടാണ്? കാലം മാറ്റിപ്പോയതാണ്. അത് പരിണാമ സിദ്ധാന്തം, യുക്തിവാദികൾ പറയുന്ന പരിണാമ സിദ്ധാന്തത്തിനനുസരിച്ച് പണ്ട് ഞാൻ എന്തോ ആയിരുന്നു, ഇപ്പോഴത്തെ മക്കൾ ഇങ്ങനെയായിപ്പോയി. എല്ലാം പരിണാമത്തിലൂടെ സംഭവിക്കുന്നതാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ അച്ഛനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുമാതിരി അങ്ങനെയായിരുന്നു, നമ്മളെ അച്ഛന്മാർ എങ്ങനെയല്ലായിരുന്നു എന്ന് അച്ഛന്മാർ പറയും, അച്ഛൻ്റെ അച്ഛൻ അങ്ങനെയെല്ലാം തന്നെ. അപ്പം പരിണാമത്തിന് കാലശക്തിയിൽ, ഈശ്വരനധീനമായ കാലശക്തിയിൽ, അപ്പോൾ ഈശ്വരനാണ്, കാലത്തിലൂടെയാണ് ഇതെല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ന കാലത്തിൽ ഇന്ന നടക്കണമെന്ന്. അധീനമായ ഗുണങ്ങൾക്ക് വിക്ഷോഭവും, ഗുണങ്ങൾക്ക് എന്ത് പറ്റും? പല മാറ്റങ്ങളും സംഭവിക്കും. നല്ലതുമാകും, മോശവുമാകും. കുരങ്ങ മനുഷ്യരായി എന്ന് പറയുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. സ്വഭാവത്തിൽ നിന്ന് പദാർത്ഥങ്ങൾക്ക് രൂപാന്തര പ്രാപ്തി, പദാർത്ഥങ്ങളെല്ലാം മാറി മാറി വരികയാണ്. കാലം കഴിയുന്നതനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കും. ഇതെല്ലാം തന്നെയാണ് പരിണാമ സിദ്ധാന്തം തന്നെ. കർമ്മത്തിൽ നിന്നും, അപ്പം അതിനനുസരിച്ച് പല കർമ്മങ്ങളും ചെയ്യണം. ഓരോ കാലഘട്ടത്തിനനുസരിച്ച കർമ്മങ്ങൾ ചെയ്യണം. പണ്ട് ചെയ്ത കർമ്മമൊന്നുമല്ല നമ്മളിപ്പം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതിനെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. പലതരം കർമ്മങ്ങൾ പണ്ട് ചെയ്യുന്ന മാതിരിയൊന്നുമല്ല ഇപ്പം ചെയ്യുന്നത്. അപ്പം തുടക്കത്തിൽ എന്തുപറ്റി? കർമ്മത്തിൽ നിന്നും മഹാതത്വത്തിൻ്റെ ഉൽപ്പത്തിയും ഉണ്ടായി. അങ്ങനെ കർമ്മം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മഹാതത്വങ്ങളെല്ലാം ഉണ്ടായത്. എന്താണ് ഈ തത്വങ്ങൾ? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അതിലൂടെയാണെല്ലാം സൃഷ്ടി ഉണ്ടായി. കർമ്മം തുടങ്ങിയപ്പോഴാണ് ഈ തത്വങ്ങളുടെ ആവശ്യം വന്നത്. സയൻസിലെ തത്വങ്ങൾ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അത് തന്നെയാണ് തമോ ഗുണം, സാത്വികഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇനി 23 പറയുന്നു, രാജസം, സാത്വികം എന്നീ ഗുണങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. സാത്വികത്തിൽ നിന്നും രാജസത്തിൽ നിന്നുമാണ് മാറ്റങ്ങൾ ഉണ്ടായത്. സാത്വികം എന്ന് പറയുമ്പോൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, എല്ലാ വസ്തുവിനും ഇപ്പോഴുള്ള അവസ്ഥയിൽ തുടരാനാണ് ടെൻഡൻസി. അപ്പൊ ആദ്യം പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ എന്തേ ഉള്ളൂ? ബ്രഹ്മമേ ഉള്ളൂ, നിർഗുണമായ ബ്രഹ്മം. അതിന് അങ്ങനെ തന്നെ നിൽക്കാനായിരുന്നു താല്പര്യം. അത് സത്വഗുണം, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. പക്ഷെ ഒരു സമയത്തെപ്പോൾ, സൃഷ്ടി നടത്തേണ്ട സമയത്തെപ്പോൾ അതിനൊരു താല്പര്യം വരുന്നു, ഒരു ബലം വരുന്നു, ഒരു സൃഷ്ടി നടത്താൻ ഒരു പ്രേരണ വരുന്നു. അതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. ഒരു സ്ഥിരമായി നിൽക്കുന്നതിൽ നിന്നൊരു മാറ്റം വരുത്തേണ്ടിക്ക് ഒരു ബലം പ്രയോഗിക്കണം. അത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. അത് തന്നെയാണ് രജോ ഗുണം. അപ്പോൾ ആ ശക്തിക്ക് ഒരു പ്രേരക ശക്തി ഉണ്ടാകുന്നു, ഒരു സൃഷ്ടി നടത്തണം എന്നുള്ള പ്രേരണ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ നിന്ന് ദ്രവ്യം, ജ്ഞാനം, ക്രിയ, എങ്ങനെയാണ് കർമ്മം നടക്കുക? ആദ്യം അതിനുള്ളൊരു ബുദ്ധി വേണം, വേദങ്ങൾ വേണം, ഒരു ജ്ഞാനം ഉണ്ടെങ്കിലല്ലേ കർമ്മം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ജ്ഞാനം ഉണ്ടാകുന്നു, ക്രിയ ഉണ്ടാകുന്നു, ആ ജ്ഞാനത്തിൻ്റെ അനുസരിച്ച് ക്രിയ ഉണ്ടാക്കുന്നു. അപ്പോൾ ദ്രവ്യത്തിൽ എന്ത് പറ്റുന്നു? പുതിയ പുതിയ ദ്രവ്യങ്ങൾ, ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഉണ്ടാകുന്നു. എന്നിവിടെ സ്വരൂപത്തിൽ നിന്നും നാലാമതൊരു തമോ ഗുണം എന്നൊരു സ്വഭാവം ഉണ്ടാകുന്നു. അപ്പോഴാണ് ഈ തമോ ഗുണം ഉണ്ടായത്. എന്താണ് തമോ ഗുണം? ന്യൂട്ടന്റെ തേർഡ് ലോ, എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ രജോ ഗുണം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന ബ്രഹ്മം ഒരു പ്രപഞ്ചമായി മാറാൻ നോക്കുമ്പോൾ അതിനൊരു പാരയുണ്ടാകുന്നു, തമോ ഗുണം. അങ്ങനെ വരൊന്നും വേണ്ടെങ്കിൽ തന്നെ നിന്നാൽ മതി എന്ന് പറയുന്ന ഒരു വിഭാഗം. നമ്മൾ ഈ പിന്തിരിപ്പന്മാർ എന്നെല്ലാം പറയും. അപ്പോൾ ഒരു പ്രേരക ശക്തി അതിൻ്റെ കൂടെ ഉണ്ടാകും. എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും ഒരു തമോ ഗുണം ഉണ്ടാകും, ഒരു റിയാക്ഷൻ ഉണ്ടാകും. അപ്പോഴാണ് മൂന്നാമത്തെ തമോ ഗുണവും വന്നത്. അപ്പം നമ്മൾ എന്തിനെങ്കിലും ഇറങ്ങിത്തിരിക്കുമ്പം അതിനെ പാര വെക്കാൻ വേണ്ട, ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് മതി, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ പിന്നോട്ടേക്ക് വലിച്ചാൽ മതി എന്നെല്ലാം
കാലത്തെ പിന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, ഗോത്ര കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന ഒരു ശക്തി വിശേഷം അതിൻ്റെ കൂടെ ഉണ്ടാകും. അതാണ് തമോ ഗുണം. അങ്ങനെ 24 എന്ന് പറയുന്നു അഹങ്കാരം. അപ്പൊ അഹങ്കാരം അതിന് എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? ഞാനെന്നൊരു ചിന്ത ഉണ്ടായിട്ടാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. ബ്രഹ്മത്തിനൊരു ചിന്തയില്ലായിരുന്നു, ഞാനിലൊരു ചുക്കുമില്ല. പിന്നെ അതിനൊരു ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്ത വരുമ്പോഴാണ് അഹങ്കാരം. അപ്പോഴാണ് അത് ഈശ്വരൻ എന്ന പേര് പറയുന്നത്. നമ്മളും ഞാൻ എന്ന ചിന്തയാണ് അഹങ്കാരം. ആ ഈശ്വരന് ആ അഹങ്കാര രൂപാന്തരം പ്രാപിച്ച് 3 തത്വങ്ങൾ സത്വ രജോ തമോ ഗുണങ്ങളായിട്ട് പരിണാമം ചെയ്തു. താമസത്തിൽ ദ്രവ്യശക്തി പ്രധാനം. അതായത് സ്ഥിരമായി നിൽക്കുന്നത് ദ്രവ്യമാണല്ലോ, അതുകൊണ്ട് ദ്രവ്യങ്ങളിൽ താമസ ഗുണമാണ് കൂടുതലുള്ളത്. ക്രിയയിൽ ഒരാൾ കർമ്മം ചെയ്യുമ്പോൾ, എന്തൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അത് രജോ ഗുണമാണ്. അപ്പൊ കർമ്മം ചെയ്യുന്നതിൽ രജോ ഗുണമാണ് ഉള്ളത്. സാത്വികത്തിലെ ജ്ഞാനശക്തിയാണ് ഉള്ളത്. ജ്ഞാനം എന്ന് പറയുമ്പോൾ സ്ഥായിയായ അവസ്ഥയിലാണ് നമുക്ക് ചിന്തിക്കാനെല്ലാം കഴിയുന്നത്. അതുകൊണ്ട് സാത്വികം എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തിയിൽ ഉപയോഗിച്ചിട്ട് ഒരു പുതിയ വസ്തു ഉണ്ടാക്കണം. ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്ഥായിയായ ആ സ്റ്റേജിലെത്തി. അതാണ് സ്ഥിരമായി നിൽക്കുന്നത്. ഒരു വീടുണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്ഥായിയായ അവസ്ഥ എന്താണ്? വീട് നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ട് അതാണ് സാത്വികം. ആ ജ്ഞാനത്തിനനുസരിച്ച് പുതിയൊരു സിസ്റ്റം ഉണ്ടാകും. ഇനി 25 പഞ്ചമഹാഭൂതങ്ങളും ആദികാരണമായ തമോ ഗുണപ്രധാനമായ അഹങ്കാരത്തിൽ നിന്നും ആകാശമുണ്ടായി. പഞ്ചമഹാഭൂതങ്ങൾക്കും ആദികാരണമായ ഈ പഞ്ചമഹാഭൂതങ്ങളിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായത്. അപ്പൊ ആദ്യം ഉണ്ടാകേണ്ടത് പഞ്ചമഹാഭൂതങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണ്? തമോ ഗുണപ്രദമായ, അത് തമോ ഗുണത്തിൽ നിന്നാണ് അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ പഞ്ചഭൂതങ്ങൾ ഉണ്ടായത് തമോ ഗുണമെന്ന അഹങ്കാരത്തിൽ നിന്നാണ്. അതിൽ നിന്ന് ആദ്യം ഉണ്ടായത് ആകാശമാണ്. അപ്പൊ ആകാശം എന്ന് പറയുമ്പോൾ ഒന്നും ഉണ്ടാകാത്ത അവസ്ഥയാണ് ആദ്യമുള്ളത്, ഒരു ശൂന്യമായ ഒരു സ്ഥലം. ഇപ്പൊ സൃഷ്ടി, നമ്മളിപ്പോ ഒരു വീട് വെക്കാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ അതിനുള്ളൊരു സ്ഥലയെ കണ്ടെത്തുക. അതുപോലെ സൃഷ്ടി നടത്തുമ്പോൾ ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല, നിർഗുണമാണ്. അപ്പൊ അതിനൊരു സ്പേസ് എന്നൊരാശയം വരുന്നു. ഒന്നുമില്ലാത്ത അവസ്ഥ, അതിനെ എന്ത് സ്വഭാവം പറയാം? അത് തമോ ഗുണമാണെന്ന് പറയാം. ഒന്നുമില്ലാതെ, ആ ഒന്നുമില്ലാത്ത അവസ്ഥയെല്ലാം മിണ്ടാതെ ഒരു ചുക്കും ചെയ്യാതെ ഇരിക്കുന്നതെല്ലാം തമോ ഗുണത്തിൽപ്പെട്ടതാണ്ട് ആദ്യം പ്രകടമായത് തമോ ഗുണമാണ്. ആ തമോ ഗുണമായ അഹങ്കാരത്തിൽ നിന്നും ആകാശം ഉണ്ടായി. അപ്പൊ ആകാശം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല അവിടെ. ഇവിടെ ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല, ശൂന്യമാണ്. ഇങ്ങനെ ഒരു വിസ്തൃതമായ സ്ഥലം. ബ്രഹ്മത്തിൽ നിന്നും ഒരു ശൂന്യമായ ഒരു സ്ഥലത്തെ ആദ്യം ഒന്ന് മാറ്റിയെടുത്തു. നമ്മൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന 14 ലോകങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ ഒരു ചെറിയ അംശമാണ്. ഇതാണ് ബ്രഹ്മമെങ്കിൽ ഒരാളെ സൃഷ്ടിച്ചു. പക്ഷെ ഇത് എന്ന് പറയുന്നത് ഈ ടോട്ടലുള്ള ഇതിന്റെ ഒരു ചെറിയ അംശമാണ്. അതുപോലെ ബ്രഹ്മം എന്ന് പറയുന്ന രൂപവും ഭാവമില്ലാതെ എന്തോ ഒരു സംഗതി ആദ്യം ഉണ്ടായിരുന്നു. അതിന് അളവൊന്നും പറയാൻ പറ്റില്ല, അനന്തമാണ്. അതിൽ നിന്ന് ഒരു ചെറിയ സ്ഥലം പ്രപഞ്ചം ഉണ്ടാക്കാൻ വേണ്ടി രൂപപ്പെട്ടു. അതിനാണ് ആകാശം എന്ന് പറയുന്നത്. പക്ഷെ ആകാശത്തിന് ഭാവനയിലൊരു പ്രത്യേകതയുണ്ട്, എന്തോ ഒരു സ്പേസ് എന്ന്. പക്ഷേ ബ്രഹ്മത്തിന് എന്തില്ല? അതുമില്ല. അപ്പൊ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആകാശം എന്ന് പറയുന്നത് ഇനി ഈ ആകാശം എന്ന സ്ഥലത്താണ് പ്രപഞ്ചം ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ പുറത്തെന്തെങ്കിലും കൊണ്ടോ എന്ന് ചോദിച്ചാൽ ആ ബ്രഹ്മമുണ്ട്. അതിന് രൂപം ഭാവമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു അളവൊന്നും പറയാനൊന്നും പറ്റില്ല. അപ്പം ആദ്യമുണ്ടായ സംഗതിക്ക് സ്പേസ്, പ്രപഞ്ചം എവിടെയാണോ ഉണ്ടാകുന്നത് അതിൻ്റെ ആ സ്പേസിനാണ് എന്ത് പറയുന്നത്? ആകാശം എന്ന് പറയുന്നത്. അത് തമോ ഗുണത്തിൽ നിന്നാണ് തുടക്കം. അഹങ്കാരത്തിൽ നിന്നും ആകാശമുണ്ടായി. ശബ്ദം അതിൻ്റെ സൂക്ഷ്മരൂപമാണ്. അപ്പൊ അപ്പോഴുള്ളത് ശബ്ദമാണ്. എന്തുകൊണ്ട്? അതിൻ്റെ പിന്നിലൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്.
എന്തോ ഒരു പ്രപഞ്ചം ഉണ്ടാക്കാൻ ഒരു ശക്തി അവിടെ നിന്ന് വന്നു. പ്രപഞ്ചം ഉണ്ടാക്കണം, ബ്രഹ്മത്തിൽ നിന്ന് നിർഗുണമായിരിക്കുകയായിരുന്നു. അതിനൊരിക്കൽ തോന്നി ഒരു പ്രപഞ്ചം ഉണ്ടാക്കാം. അപ്പൊ ഈശ്വരനായിട്ട് ഒരു പ്രേരക ശക്തി ഈശ്വര രൂപത്തിൽ പ്രവഹിച്ചു. ആ പ്രവഹിക്കുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇങ്ങനെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിനൊരു ശൂന്യമായ സ്ഥലമാക്കി മാറ്റി. അത് തമോ ഗുണമാണ്. അപ്പൊ ആദ്യം ഉണ്ടായത് ആകാശമുണ്ടായി. പക്ഷെ അവിടെ എന്തുണ്ട്? ഒരു ശക്തിയുണ്ട്. ശക്തിയെ നമ്മൾ ഊർജമായിട്ടെല്ലാം പറയുമ്പോൾ അത് ശബ്ദമായിട്ടും എടുക്കാം. ഊർജത്തിൽ നിന്നാണല്ലോ, ശബ്ദമല്ല ഊർജമല്ല, സൗണ്ട് എനർജി. അപ്പൊ ആദ്യം ആകാശം എന്നുണ്ടായപ്പോൾ ശബ്ദമാണുള്ളത്. അപ്പോ ശബ്ദരൂപം. ആദ്യം ആകാശത്തിന്റെ പ്രത്യേകത ശബ്ദരൂപമാണ് ഉണ്ടായത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെവിക്കാണ് പ്രാധാന്യം. ആദ്യം ഉണ്ടായതിൽ ശബ്ദം കേൾക്കുന്നത് ചെവിക്കാണ്. അപ്പം നമുക്ക് സംബന്ധിച്ചിടത്തോളം ചെവിയാണ് ആദ്യം ഉണ്ടായെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഇതിൽ പറഞ്ഞതല്ലേ, എല്ലാം നമ്മളെ ശരീരമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഞാനെടുത്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി 26. അതിൽ പിന്നെ കാലം മാറുന്നതനുസരിച്ച് ചെറിയൊരു പരിണാമം സംഭവിച്ചു. പരിണാമ സിദ്ധാന്തമാണ് ഈ പറയുന്നത്, യുക്തിവാദികൾ പറയുന്നത്. യുക്തിവാദികൾ ഇത്രയും വ്യക്തമായിട്ടൊന്നും പറയില്ല. ഈ ഭാഗവതം നല്ല ഭംഗിയായിട്ട് പറഞ്ഞു തരികയാണ്. അതിലൊരു ചെറിയ പരിണാമം സംഭവിച്ചപ്പോൾ ആകാശത്തിൽ നിന്നും ഒരു സ്പർശം ചെയ്യത്തക്കവണ്ണം പിന്നെ സ്പർശിക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടായത്, അത് വായുവാണ്. അതിന് കാരണം ആദ്യം ഊർജമാണ് ഉണ്ടായത്. ഊർജമാണ് നമ്മൾ സൗണ്ടായിട്ട് പറഞ്ഞത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം വരുന്നത് ആ ബലം തന്നെയാണ്. അതിന് തരംഗരൂപമാണ്, അത് ഊർജമാണ്, അത് സൗണ്ടാണ്. ആദിയിൽ വചനമുണ്ടായി. എന്നിട്ട് ആ വചനമാണ് ആറ്റങ്ങളും ഇലക്ട്രോണും പ്രോട്ടോണും എല്ലായിട്ട് മാറിയത്. ഊർജങ്ങൾ കൂടി ചേർന്നിട്ട് തരംഗരൂപത്തിൽ ഒഴുകിയിട്ട് അത് കണങ്ങളായി മാറി. കണങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് പിന്നെ സ്ഥായിയായ വസ്തു ഉണ്ടായത് ആറ്റങ്ങളാണ്. ആറ്റങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന ആറ്റം എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് ഹൈഡ്രജനും ഓക്സിജനും എല്ലാം തന്നെയായിരിക്കും. അതെല്ലാം എന്ത് രൂപത്തിലാണ്? വാതക രൂപത്തിലാണ്. അപ്പോൾ അടുത്ത സ്റ്റേജ് വാതകമുണ്ടായി. അതായത് ഹൈഡ്രജൻ വാതകം, ഓക്സിജൻ വാതകം മുതലാണ് ആദ്യം സ്വാഭാവികമായിട്ടുണ്ടാവുന്നത്. ചെറിയ ആറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറുതല്ലേ ആദ്യം ഉണ്ടാവും, വലുത് പിന്നെ പിന്നെയല്ലേ ഉണ്ടാവും. കൂടി ചേർന്നിട്ട് വേണം വലുതാകും. ആദ്യം ഹൈഡ്രജനും ഓക്സിജൻ ഉണ്ടായപ്പോൾ വാതക രൂപം ഉണ്ടായി. വാതകത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പർശിക്കാനും പറ്റും, തൊട്ട് നോക്കാം. അപ്പോഴത് വാതക രൂപത്തിലേക്ക് കടന്നു. അപ്പോൾ ആകാശവുമായി വായുവായി. ആകാശത്തിൻ്റെത് ആ സിഗ്നൽ എന്ന നിലയിൽ ശബ്ദവും, വായുവിനെ നമുക്ക് തൊട്ട് നോക്കാമല്ലോ, അല്ലാതെ രൂപവും ഭാവവും ഒന്നുമില്ല, കാണാനൊന്നും പറ്റില്ല. പക്ഷെ സ്പർശിക്കാം, അത് സ്പർശനം ഉണ്ടായി. ഇപ്പം 2 ക്വാളിറ്റീസ് ഉണ്ടായി. ഇനി വായുവിൻ്റെ ധർമ്മം എന്തെല്ലാണെന്ന് വെച്ചാൽ ദേഹസന്ധാരണം, ഇന്ദ്രിയങ്ങളുടെ ഇടപാട്. ഇന്ദ്രിയങ്ങളെല്ലാം നാഡികളിലൂടെയാണ് വായു സഞ്ചരിക്കുന്നത് എന്നുള്ള അനുമാനത്തിൽ ഇന്ദ്രിയങ്ങളെല്ലാം ചലിക്കുന്നതെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിൻ്റെ പ്രവർത്തനമെല്ലാം വായുവിൻ്റെ സിഗ്നൽ, വായുവിലെ സിഗ്നലും കിട്ടും. ഇലക്ട്രിക് സിഗ്നലല്ല, ശരീരത്തിലുള്ള സിഗ്നൽ സിസ്റ്റം അല്ല. പിന്നെ ശരീരശക്തിയെല്ലാം അതുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അതെല്ലാം വായുവിൻ്റെ ധർമ്മം. ഇനി 27 കാലം, കർമ്മം, സ്വഭാവം എന്നിവയാൽ പിന്നെ മാറ്റം സംഭവിക്കുന്നു. കാലത്തിനനുസരിച്ച് പരിണാമ സിദ്ധാന്തത്തിലൂടെ പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പുതിയ സ്വഭാവങ്ങളുള്ള വസ്തുക്കൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന പുണ്യം ഉണ്ടായതാണ് എന്ത്? രൂപത്തിൻ്റെ ഗുണമുള്ള എന്തുണ്ടായി? തേജസ് ഉത്ഭവിച്ചു. രൂപമുള്ള തേജസ് എന്ന് പറഞ്ഞാൽ പ്രകാശം, അല്ലെങ്കിൽ അഗ്നിയെല്ലാം അതിൽ പെടുത്താം. നമുക്ക് കാണാൻ പറ്റും, പ്രകാശത്തെല്ലാം കാണാൻ പറ്റുന്ന രൂപം ഉണ്ടാകുകയാണ്. അതുവരെ വായുവിന് രൂപമൊന്നുമില്ല, കാണാൻ പറ്റില്ല, തൊട്ടു നോക്കാനേ പറ്റും. പ്രകാശത്തെ കാണാൻ പറ്റും.
അപ്പം തേജസ് എല്ലാം അതിന് ശേഷമാണ് രൂപാന്തരം. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്ക് നേരത്തെ പറഞ്ഞു, ഒരു സിഗ്നലിന് കണങ്ങളുണ്ടായി, ആറ്റങ്ങളുണ്ടായി, ഹൈഡ്രജൻ ഓക്സിജൻ, അതാണ് വായു എന്ന് പറഞ്ഞത്. പിന്നെ ഈ ഹൈഡ്രജൻ ഓക്സിജനും തമ്മിൽ തീപിടിക്കും. ഹൈഡ്രജൻ ഓക്സിജന് പൊട്ടലോടെ കത്തുന്നെല്ലാം പണ്ട് പഠിച്ചിട്ടില്ല. കത്തുന്ന കാര്യം പൊട്ടലോ ഓർമ്മയില്ല. എന്തായാലും ഒരു എന്തുണ്ടാകും? പ്രകാശം ഉണ്ടാകും കത്തുമ്പോൾ. അപ്പോൾ ഈ ഹൈഡ്രജൻ ഓക്സിജൻ എല്ലാം പ്രപഞ്ചത്തിൽ ഉണ്ടാകുമ്പോൾ അത് കത്തുമ്പോൾ പ്രകാശം, തേജസ് ഉണ്ടാകും. അങ്ങനെയാണ് ഊർജ്ജം ഉണ്ടായത്. അപ്പം പ്രകാശം ഉത്ഭവിച്ചു. അപ്പോൾ അതിനെന്തുണ്ട്? രൂപമുണ്ട്. അപ്പോൾ ആകാശത്തിന് ശബ്ദം, വായുവിന് സ്പർശനം, പിന്നെ തേജസ്സിന് രൂപം ഉണ്ടായി. ഇനി 28 പറയുന്നു, തേജസ്സിൽ നിന്നും പിന്നെ എന്തുണ്ടായ? കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് പിന്നെ ഇതെല്ലാം പ്ലാൻ അനുസരിച്ച് പോവുകയാണ് വഴി. അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാലല്ലേ കത്തുന്നത്. കത്തിയിട്ട് പിന്നെ ഉണ്ടാകുന്നതാണ് ഹൈഡ്രജൻ ഓക്സിജനും കൂടി ഉണ്ടാകുന്ന സാധനം എന്താണ്? വെള്ളമാണ്, H2O. അപ്പോൾ അതിനെന്തുണ്ട്? രുചി വരും. വെള്ളം നമ്മൾ രുചിക്കുകയല്ലേ ചെയ്യുക. അപ്പം രസം ഉണ്ടായി. അപ്പം നാവ്. അപ്പോൾ ആദ്യം ശബ്ദം, ആകാശത്തിന് ശബ്ദം, ചെവി. പിന്നെ വായു, സ്കിന്ന് സ്പർശിച്ചു നോക്കുക. പിന്നെ എന്തായി? ഇപ്പം ജലമുണ്ടായി, ജലത്തിന് രുചി ഉണ്ടായി. പിന്നെ തേജസ്, അതിന് മുമ്പേ തേജസ് ഉണ്ടായി. ഹൈഡ്രജൻ ഓക്സിജൻ കത്തിയിട്ട് തേജസ് ഉണ്ടായി. അപ്പം കാഴ്ച, കാണാൻ പറ്റുന്നതായി. അപ്പം കേൾക്കലായി, ശബ്ദം. പിന്നെ വായു ഉണ്ടായി, സ്പർശം. പിന്നെ തേജസ് ഉണ്ടായി, കണ്ണ്, കാഴ്ച. പിന്നെ രുചി ഉണ്ടായി, ജലം, രസം ഉണ്ടായി. അപ്പം ഇത്രയും ഉണ്ടായി ആകാശം ഈ പരിവർത്തനത്തിലൂടെ. പിന്നെ 29 വായുവിൻ്റെ പരിണാമത്തിലൂടെ. പിന്നെ വായു ക്രമത്തിൽ പരിണാമം സംഭവിച്ചിട്ട് പിന്നെ ഇനി പഞ്ചഭൂതങ്ങളിൽ ഉണ്ടാകാനുള്ള എന്താണ്? ഭൂമിയാണ്, കരമുള്ള വസ്തുക്കളാണ്. അത് ഗന്ധം, നമുക്ക് മണക്കാൻ പറ്റുന്ന തരത്തിൽ. അതിനപ്പം രൂപവും ഭാവവും എല്ലാം വന്നു. കാണുകയും ചെയ്യാം, എല്ലാ സ്വഭാവങ്ങളുമുള്ള ഭൂമി വന്നു. അപ്പം എന്തുണ്ടായി? ഗന്ധം ഉണ്ടായി, മൂക്ക് ആയി. അപ്പം എന്തെല്ലാം ഗുണങ്ങളായി? രസം, സ്പർശം, ശബ്ദം, രൂപം, ഗന്ധം. ഇങ്ങനെയെല്ലാം പഞ്ചേന്ദ്രിയങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഗുണങ്ങളെല്ലാം ഉണ്ടായി. ജ്ഞാനേന്ദ്രിയങ്ങൾക്കും തിരിച്ചറിയാൻ പറ്റുന്ന ഗുണങ്ങളെല്ലാം ഉണ്ടായി. അപ്പോൾ എല്ലാം പരിവർത്തനത്തിലൂടെയാണ് വരുന്നത്. ഇനി 30 എന്ത് പറയുന്നു? സാത്വികമായ അഹങ്കാരത്തിൽ. അപ്പം ഇതുവരെ രജോ ഗുണത്തിൽ നിന്നാണ്, തമോ ഗുണത്തിൽ നിന്നാണ്. പിന്നെ സാത്വിക ഗുണത്തിൽ നിന്ന്, സാത്വികപരമായ അഹങ്കാരത്തിൽ നിന്നും മനസ്സുണ്ടായി. അതിൻ്റെ അധിഷ്ഠദേവനായ ചന്ദ്രനുമുണ്ടായി. അപ്പം ദ്രവ്യങ്ങളെല്ലാം ഉണ്ടായതിന് ശേഷം അവയെല്ലാം കൂടിച്ചേർന്നിട്ട് ഇപ്പം പഞ്ചഭൂതങ്ങളുണ്ടായി. പഞ്ചഭൂതങ്ങളുണ്ടാകുമ്പോൾ വസ്തുക്കളെല്ലാം പ്രപഞ്ചത്തിലുണ്ടായി. ഏതില്? ഈ ആകാശത്തിൻ്റെ അകത്ത്. അപ്പം അതെല്ലാം കൂടിച്ചേർന്നിട്ട് ഗോളങ്ങളായി. ഗോളങ്ങളാകുമ്പോൾ ചന്ദ്രനും ഉണ്ടായി. ചന്ദ്രനിലൂടെയാണ് നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പം മനസ്സും ഉണ്ടായി. അത് സാത്വിക ഗുണം. അപ്പം സാത്വഗുണത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും മനസ്സും ഉണ്ടായി. അതിൻ്റെ അധിഷ്ഠദേവനായ ചന്ദ്രനും ഉണ്ടായി. അപ്പം ഗ്രഹങ്ങളെല്ലാം എല്ലാ വസ്തുക്കളും കൂടിച്ചേർന്നിട്ട് ഗോളങ്ങളായി തീരുകയും ഗോളത്തിൽ നിന്ന് ചന്ദ്രൻ ഉണ്ടാവുകയും ചന്ദ്രനിൽ നിന്ന് മനസ്സിൻ്റെ കാരകത്വം ചന്ദ്രനാണ്. അപ്പം മനസ്സും ഉണ്ടായി. അപ്പോൾ പിന്നെ എന്തുണ്ടായി? വസ്തുക്കളെല്ലാം ഉണ്ടാകുമ്പോൾ എന്തുണ്ടായി? ദിഗ്ദേവതയുണ്ടായി, ദിക്കുകളുണ്ടാവും. ഒരു വസ്തു ഉണ്ടാകുമ്പോൾ പിന്നെ എന്തുണ്ടാവും? അതിന് ദിക്കുകളുണ്ടാവും. ഇപ്പം ഞാനുണ്ടെങ്കിൽ അതിന് ദിക്കുണ്ട്, വടക്ക് തെക്ക് എന്നൊക്കെ പറയും. അപ്പം ദിഗ്ദേവതയുണ്ടായി, വായു ഉണ്ടായി, സൂര്യനുണ്ടായി, വരുണനുണ്ടായി, ഓർബിറ്റ് ഉണ്ടായി ചുറ്റാൻ വേണ്ടിയിട്ട്. ഗ്രഹങ്ങൾക്കെല്ലാം ചുറ്റണ്ടിക്ക് ഓർബിറ്റ് വേണ്ടേ. അപ്പോൾ വരുണനുണ്ടായി, അശ്വിനി കുമാരുണ്ടായി, ഭരങ്ങളുണ്ടായി, അഗ്നി ഉണ്ടായി, ഇന്ദ്രൻ, ഉപചന്ദ്രൻ, മിത്രൻ, പ്രജാപതി എന്നീ 10 ദേവതകൾ അതോടെ ഉത്ഭവിച്ചു സാത്വഗുണത്തിൽ നിന്ന്. ഇനി 31 നിന്ന് അപ്പം ഈ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളെല്ലാം ഉണ്ടായി. ഈ ഉണ്ടായ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച ആകാശത്തിലെ ഗ്രഹങ്ങളെല്ലാം ഉണ്ടായി. ഇനി ഇതെല്ലാം ചുരുക്കി പറയുകയാണ്. ഇനി 31
വികാസം പ്രാപിച്ചിട്ടുള്ള പിന്നെ രജോ ഗുണങ്ങൾ ഉണ്ടാകുന്നു. പിന്നെയാണ് രജോ ഗുണം ഉണ്ടാകുന്നത്. ആര്? നമ്മൾ കർമ്മം ചെയ്യേണ്ടിട്ട്. നമ്മൾ കർമ്മം ചെയ്യേണ്ടിട്ട് എന്തെല്ലാം ഉണ്ടാകണം? അതിൽ നിന്നും 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടായി. അപ്പോൾ പിന്നെ പരിണാമം സംഭവിച്ചിട്ട് മനുഷ്യരിലൂടെ രജോ ഗുണമുണ്ടെങ്കിൽ കർമ്മം നമ്മളല്ലേ കർമ്മം ചെയ്യുന്നത്. അതാണ് രജോ ഗുണത്തിലൂടെ രജോ ഗുണത്തുമായിട്ട് ബന്ധപ്പെട്ട അഹങ്കാരത്തിലൂടെ 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടായി. ഏതെല്ലാണ്? ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണ്, മൂക്ക്. നമ്മളെ ഇൻപുട്സ് എന്തെല്ലാണ്? കാണുക, ചെവി, കേൾക്കുക, മണക്കുക, മൂക്ക്, രുചിക്കുക, വായ, സ്പർശിക്കുക, സ്കിന്ന്. ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും. പിന്നെ കർമ്മം ചെയ്യാനുള്ളത് എന്തെല്ലാണ്? വായ, ശബ്ദിക്കുക, സംസാരിക്കുക, കൈ, പിന്നെയോ ജനനേന്ദ്രിയം, പിന്നെ കാല്, പിന്നെ ബുധം എന്നിവയെല്ലാം ഉണ്ടായി. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മം ചെയ്യാനുള്ള കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി. ഇനി 32, 33 എന്ത് പറയുന്നു? പഞ്ചഭൂതങ്ങളും. അങ്ങനെ പഞ്ചഭൂതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മനസ്സുണ്ടായിട്ടുണ്ട്, ത്രിഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെയെല്ലാം കൂടിയിട്ടാണ് എന്ത് പറയുന്നത്? മൂലതത്വം എന്ന് പറയുന്നത്. എന്നിട്ട് ഇവയെല്ലാം വേർതിരിച്ച് വേറെ വേറെ നിൽക്കുകയായിരുന്നു. അപ്പൊ അവയെ എന്ത് ചെയ്തു? ഇവയെ ഈശ്വര ശക്തിയാൽ വേർതിരിച്ചു നിന്ന ഇവയെ ഉത്തേജിപ്പിച്ചും കൂട്ടിച്ചേർത്തും സ്ഥൂല സൂക്ഷ്മ വസ്തുക്കളെല്ലാം ഉണ്ടാക്കി. അപ്പം പഞ്ചഭൂതങ്ങൾ, കരദ്രവവാദമുള്ള വസ്തുക്കൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, കരങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്, കർമ്മേന്ദ്രിയ ജ്ഞാനേന്ദ്രിയം ഉണ്ടായിട്ടുണ്ട്, മനസ്സുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വേറിട്ട് നിൽക്കുകയാണ്. പിന്നെ ആ ശക്തി എന്ത് ചെയ്തു? ഇതിനെയെല്ലാം ഏകോപിപ്പിച്ച് കൂട്ടിക്കുഴച്ചിട്ട് സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാതരം വസ്തുക്കളും ഇവിടെ ഉണ്ടാക്കി. അതിനെ സമഷ്ടി പ്രവർത്തന രൂപത്തിലും വൃഷ്ടി രൂപത്തിലും രണ്ടായി തിരിച്ചു. അത് 2 രൂപത്തിലുണ്ട്. അതിനെപ്പറ്റി പിന്നീട് പറയും. ഇനി 34 അനേകം സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ, അപ്പൊ ഇതെല്ലാം എവിടെയാണ് ഉണ്ടായത്? ഒരു സ്പേസിലാണ് ഉണ്ടായത്. ഒരു ഗോളമാതിലുള്ള ഒരു സ്പേസിൽ, ആകാശത്തിൽ. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് കിടക്കുകയാണ്. അപ്പൊ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അതിൻ്റെ അകത്ത് ഒരു ചെറിയ സ്പേസ് ആണ്. അപ്പൊ അതിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു മുട്ട മാതിരിയാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഭയങ്കര, അതിന് അറ്റമില്ലാതെ മാതിരിയുള്ള സാധനമാണ് ആ നിർഗുണമായ ബ്രഹ്മം. അതിൽ നിന്നും കുറച്ചൊരു സ്പേസ് ആകാശമുണ്ടായി, അതിൻ്റെ അകത്താണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതൊരു മുട്ടയാണ്, മുട്ട രൂപത്തിലാണ്. അനേക സഹസ്രാബ്ദങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ കാരണജലത്തിൽ, അതിൻ്റെ അകത്തുള്ള കാരണജലത്തിൽ, കാരണമാകുന്ന ജലത്തിൽ നിന്നുള്ളൂ, അല്ല ജലമല്ല, കാരണജലത്തിൽ ആണ്ടുകിടുന്ന അചേതനമായ ആ അണ്ഡത്തെ, അപ്പം അങ്ങനെ ഒരു അണ്ഡത്തെ, അചേതനമായ ഒരു അണ്ഡം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കാലം, കർമ്മം, സ്വഭാവം എന്നിവയാൽ ആ പരമാത്മാവ് സചേതനമാക്കി. അതിനെ പിന്നെ സചേതനമാക്കി. അതിനെല്ലാം ഒരു രൂപഘടന അതിൻ്റെ അകത്ത് സംഭവിക്കുന്നു. ഈ ആകാശത്തിലുണ്ടായ എല്ലാ വസ്തുക്കളും ജീവജാലങ്ങൾക്കെല്ലാം ഒരു രൂപഘടന ഉണ്ടാക്കുന്നു. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, വിത്തിൻ്റെ അകത്താണ് അതിൻ്റെ എല്ലാ ജനിതക ഘടനയുള്ളത്. ആ ജനിതക ഘടനയിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചീരയുടെ വിത്തിൻ്റെ അകത്ത് ഉള്ള ജനിതഘടന വളരുമ്പോൾ ചീരയായിട്ട് വരും, ചക്കയുടേത് ചക്കയായിട്ട് വരും, മാങ്ങയുടേത് മാങ്ങയായിട്ട് വരും. മനുഷ്യരുടെ ജനിതക ഘടനയിൽ എല്ലാ സ്വഭാവങ്ങളും ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ട്, പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വികസിക്കുമ്പോഴാണ് തലയും കൈയും കാലും എല്ലാം വരുന്നത്. അപ്പം ഈ അണ്ഡത്തിൻ്റെ അകത്ത് ഈ ജനിതക ഘടനമാരിയുള്ളൊരു സ്ട്രക്ചർ രൂപം ചെയ്തിട്ടുണ്ട്. അല്ലാതെ യഥാർത്ഥത്തിൽ അത് വികസിച്ചിട്ടില്ല, അതിൻ്റെ അകത്ത് കിടക്കുകയാണ്. ഇപ്പം പ്രപഞ്ചം, മനുഷ്യൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ജനിതക ഘടനയാണ്.
ചെറുതാണ്. ചെടികളുടേത് ആ വിത്തിൻ്റെ അകത്തുള്ള ഒരു ജനിതക ഘടനയാണ്. അതുമാതിരി ഈ പ്രപഞ്ചത്തിൻ്റെ ആ വലിയൊരു മനുഷ്യൻ്റെ വിരാട് രൂപത്തിൻ്റെ ഒരു ജനിതക ഘടനയാണ് ആദ്യം ഈ അണ്ടത്തിലുള്ളത്. ഒരു മുട്ടയില്ലാത്ത എന്താ ഉള്ളത്? അതിൻ്റെ ജനിതക ഘടനയാണുള്ളത്. അതിലെല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ജനിതക ഘടനയാണ്. അതാണ് അണ്ടം. അതാണ് പിന്നെ മുട്ട പൊട്ടിച്ചിട്ട് കുട്ടിയായിട്ട് വന്നിട്ട് ഇങ്ങനെ വലുതായി മാറുന്നത്. വിത്ത് പൊട്ടിയിട്ട് അതിൻ്റെ ജനിതക ഘടനയാണ് വികസിച്ചിട്ട് എല്ലാം ചെടിയായിട്ട് മരമായിട്ട് വളരുന്നത്. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ സത്തയടങ്ങിയ ഈ ജനിതക ഘടനക്കാണ് വിരാട പുരുഷന്റെ ജനിതക ഘടന. അതിൻ്റെ അകത്താണുള്ളത്. അതാണ് നാരായണനിൽ ആ സംഗതിയുണ്ട്. അത് ഈ മുട്ട ഒരു കാലം ഒരു എത്ര സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ കാരണജലത്തിൽ അതിൻ്റെ അകത്ത് അങ്ങനെ കിടക്കുകയാണ്. അതിൽ നിന്നാണ് പിന്നെ ഇനി അതിനെ പൊട്ടിച്ചിട്ട് നാരായണൻ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ നക്ഷത്രങ്ങളെല്ലാം കത്തിയെരിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടായാൽ ആ ബ്ലാക്ക് ഹോളിൻ്റെ അകത്ത് ആ നക്ഷത്രം പ്രപഞ്ചമായി മാറുമ്പോൾ, ആ നക്ഷത്രങ്ങളും സൗരയൂഥ സിസ്റ്റം എല്ലാം ആയിട്ട് മാറുമ്പോൾ എന്തെല്ലാം ഘടനയുണ്ടോ അതിൻ്റെ ഒരു ജനിതക ഘടനയാണ് ഇപ്പോൾ എന്തിലുള്ളത്? ബ്ലാക്ക് ഹോളിലുള്ളത്. അതൊരു മുട്ടക്ക് സമാനമാണ്, ഒരു വിത്തിന് സമാനമാണ്, മനുഷ്യൻ്റെ അണ്ടത്തിന്, മനുഷ്യൻ്റേതുണ്ടല്ല ജനിതക ഘടന, അതിന് തുല്യമാണ്. അത് സാഹചര്യം കിട്ടുമ്പോൾ വികസിച്ച് മനുഷ്യനായിട്ടും ചെടിയായിട്ടും വരുന്നത് പോലെ, മുട്ട കോഴിക്കുഞ്ഞായിട്ട് പുറത്ത് വരുന്നത് പോലെ ഇതിൻ്റെ അകത്തുള്ള ആ ഘടന വിരാട് രൂപം പ്രത്യക്ഷത്തിൽ പുറത്തേക്ക് ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടായി കിടക്കുകയാണ്. എന്നിട്ട് 35 എന്ത് പറയുന്നു? ആ പരമാത്മാവ് അണ്ടത്തെ പിളർത്തുന്നു. സമയത്തുമ്പോൾ അണ്ടത്തെ പിളർത്തി വേർപെടുത്തി അതിൽ നിന്നും ആയിരക്കണക്കിന് തുടകളും കാലുകളും മുഖങ്ങളും ശീർഷങ്ങളും എല്ലാം പുറത്തു വരുന്നു. അതിൽ നിന്നാണ് ഇതെല്ലാം പുറത്തു വരുന്നത്. ഏതിൽ നിന്ന്? ആ ജനിതക ഘടനയിൽ നിന്ന്. വിരാട പുരുഷനാണ് ഇട്ടിരിക്കുന്ന വിരാട പുരുഷനപ്പോൾ എന്തായാലും കാണണം? ഇതിൻ്റെ എല്ലാ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഒരു രൂപത്തിൻ്റെ ചുരുക്കിയ ജനിതക ഘടനയാണ് വിരാട പുരുഷൻ. അത് മുട്ട പൊട്ടിച്ചിട്ട് വികസിച്ചിട്ട് വരികയാണ്. എന്നിട്ട് 36 എന്ത് പറയുന്നു? ജ്ഞാനികൾ ഈ വിരാട പുരുഷന്റെ അംഗങ്ങൾ കൊണ്ട് ലോകത്തെ മുഴുവൻ ഉപാസന ചെയ്തുകൊണ്ട് കൽപ്പിക്കുന്നു. അപ്പം ഈ ഒരു വിരാട പുരുഷനിൽ ജ്ഞാനികൾ, ബുദ്ധിമാന്മാർ എന്ത് കാണുന്നു? ആ അണ്ടത്തിൻ്റെ അകത്തുള്ള വിരാട പുരുഷന്റെ ഭാഗങ്ങളിൽ അംഗങ്ങൾ നിന്നാണ് ഈ ജീവജാലങ്ങളെല്ലാം പുറത്തു വരുന്നത്. അതെല്ലാം ഇതിനകത്ത് ഒതുങ്ങിക്കിടക്കുകയാണ്. ഏതുപോലെ? നമ്മളെ ജനിതക ഘടനയിൽ ആ സ്വഭാവങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കിടക്കുന്ന പോലെ. അതാണ് കുട്ടി വളരുമ്പോൾ ആ ജനിതക ഘടനയിലുള്ളതിനനുസരിച്ചാണ് വികസിച്ച് മനുഷ്യനായിട്ട് വരുന്നത്. അതിലൂടെ എല്ലാം പുറത്തേക്ക് വരും. അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്രോഗ്രാം അനുസരിച്ച്. അതുമാതിരി പ്രപഞ്ചത്തിൻ്റെ അണ്ടത്തിൻ്റെ അകത്ത് ഒരു ജനിതക ഘടനയുടെ ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പരമാത്മാവ് മുട്ട പൊട്ടിച്ചിട്ട് വരുമ്പോൾ ആ ജനിതക ഘടന അതിൻ്റെ അകത്തൊരു പ്രേരക ശക്തിയെല്ലാം ഉണ്ട്. അതാണ് പ്രപഞ്ചമായിട്ട് മാറുന്നതെന്ന് ജ്ഞാനികൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആ പുരുഷന്റെ ജനിതക ഘടനയുടെ അരക്കെട്ടിന് താഴെയുള്ള ഭാഗങ്ങൾ ഭൂമിയുടെ 7 ലോകങ്ങളും മധ്യപ്രദേശത്തിന് മുകളിലുള്ളത് 7 ലോകങ്ങളുമായിട്ട് കാണും. അപ്പോൾ ആ പുരുഷന്റെ അങ്ങനെ ഒരു ജനിതക ഘടനയുള്ള ഒരു പുരുഷനായിട്ട് സങ്കല്പിക്കുക. അതിൻ്റെ അരക്കെട്ടിന് താഴെയുള്ളതാണ് ഭൂമിക്ക് താഴെയുള്ള 7 ലോകങ്ങളും, അതിന് അരക്കെട്ടിന് മുകളിലുള്ളതാണ് ഭൂമിക്ക് മുകളിലുള്ള 7 ലോകങ്ങളുമായിട്ട് മാറാൻ പോകുന്നത്. എന്നിട്ട് 31, 32 പറയുന്നു, 37 പറയുന്നു, ആ വിരാട് പുരുഷന്റെ മുഖം എന്നത് ബ്രാഹ്മണനും, ഭുജങ്ങൾ എന്നത് ക്ഷത്രിയനും, തുട എന്നത് വൈശ്യനും, പാദം എന്നത് ശൂദ്രനുമായി സങ്കല്പിക്കുക. അപ്പോൾ അതെല്ലാം അതിൻ്റെ അകത്തുണ്ട്.
എന്നിട്ട് ആ ജനിതക ഘടനയിൽ ആ ഇതെല്ലാം കൊണ്ട് നമ്മളിപ്പോൾ ഒരു ക്രോമസോമിൽ ഓരോ കമ്പുമാരി ഉള്ളതിനെക്കൊണ്ട് ഈ കമ്പാണ് വെളുത്തതിന് കാരണം, ഈ കമ്പാണ് കറുത്തിന് കാരണം എന്ന് പറയുന്നത് പോലെ ഈ വിരാട രൂപത്തിൻ്റെ തലയാണ് ബ്രാഹ്മണൻ, കൈകളാണ് ക്ഷത്രിയ, തുട വൈശ്യരും, പാദം ശൂദ്രൻ കാണുന്ന ആ ജനിതഘടനയുടെ വിവരണം നടക്കുകയാണ് ഏത് ആ വിരാട് പുരുഷൻ്റെ. ഇനി 38-39 കാലടി മുതൽ അരക്കെട്ട് വരെയുള്ള അധോലോകത്തിന്റെ മുകളിലാണ് ഭൂമിയുള്ളത്. അപ്പോൾ ഭൂമി എവിടെയുണ്ട്? കീഴെന്ന് പറഞ്ഞാൽ കീഴേ 7 ലോകം. അപ്പോൾ ഈ അരക്കെട്ടിന് കുറച്ച് മുകളിലുള്ള സ്ഥലത്താണ് ഭൂമിയുള്ളത് ആ വിരാട പുരുഷന്റെ. എന്നിട്ട് നാഭി എന്നത് ഭുവർലോകമാണ്, ഹൃദയം എന്നത് സ്വർലോകമാണ്. മുകളിലുള്ളതിൻ്റെ ഓരോന്നിനും പ്രത്യേകിച്ച് പറയുകയാണ്, മുകളിലോട്ടാണല്ലോ. അല്ല, നാഭി ഭുവർലോകം, ഹൃദയം സ്വർലോകം, മാറിടം മഹർലോകം, കണ്ഠം ജനർലോകം, സ്കന്ധം തപോലോകം, ശിരസ് സത്യലോകം. അങ്ങനെ 3 ഓരോ അവയവങ്ങളെയും വെച്ചിട്ട് മുകളിലുള്ള 7 ഭാഗങ്ങളെ സങ്കല്പിക്കണം. അവിടെയെല്ലാം ആ ജനിതക ഘടന വളരാനുള്ള പ്രേരക ശക്തികൾ ആക്ട് ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ വളർന്നു വരുന്നത്. ഇനി അരക്കെട്ടിന് താഴെയുള്ളത് പറയുകയാണ് 40-41. അരക്കെട്ട് അതലം, തുട വിതലം, കാൽമുട്ട് സുതലം, കണങ്കാൽ തലാതലം, നെരിയാണി മഹാതലം, പുറവടി രസാതലം, ഉള്ളടി പാതാളം. ഇങ്ങനെയെല്ലാം നമ്മൾ നിരൂപണം ചെയ്തോ എന്ന് പറയുകയാണ്. നമ്മളിങ്ങനെ നിരൂപണം ചെയ്യണം എന്ന് പറയുന്നത്. വേറെ തരത്തിലും വേണ്ടിക്ക് നിരൂപണം ചെയ്തോ. പാദത്തിൽ ഭൂലോകവും, നാഭിയിൽ ഭുവർലോകവും, ശിരസിൽ സ്വർലോകവും വേണമെങ്കിൽ അങ്ങനെയും വേണ്ടിക്കൽ വിഭാവനം ചെയ്തു എന്ന് പറയുകയാണ്. അപ്പോൾ പുരുഷന്റെ രൂപങ്ങളെല്ലാം ഓരോ അവയവങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിലെ എല്ലാമായിട്ട് സങ്കല്പിച്ചിട്ട് ഒരു ജനിതക ഘടനമായി പറഞ്ഞതാണ് ഈ വിരാട പുരുഷൻ.